റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിന്റെ 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് പരിശുദ്ധാത്മാവിൽ നമുക്ക് ശരണപ്പെടാം. പ്രൈസ് ഗോഡ്. ആർക്കെങ്കിലും വായിക്കാൻ കഴിയുമോ? അതല്ലെങ്കിൽ ഞാൻ തന്നെ വായിച്ചോളാം. പ്രൈസ് ഗോഡ്. ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും. ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരാകുന്നത്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും. നിശ്ചയം ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജീവിക്കും. പ്രൈസ് ഗോഡ്. ദൈവസന്നിധിയിൽ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥനായ പിതാവേ, അനുഗ്രഹീതമായ നല്ല രാത്രിയുടെ യാമം അങ്ങയുടെ സന്നദ്ധയിൽ പ്രിയ കൂട്ടായ്മയോടൊത്ത് ഞങ്ങൾക്കായിരിക്കാൻ ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം. അടിയങ്ങൾക്ക് നൽകിയിരിക്കുന്ന തിരുവചനത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവേ, അങ്ങയുടെ സ്വർഗീയമാകുന്ന വെളിപ്പാടുകളും ദർശനങ്ങളും ഈ വചനത്തിൽ കൂടി ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണം. അങ്ങനെ ജനത്തോട് അറിയിപ്പാനുള്ള ദൈവിക സന്ദേശത്തെ ഓർമ്മപ്പെടുത്തി തരണം. കൃപയിൽ നിറയ്ക്കണം. ഇതൊരു അനുഗ്രഹമായി മാറണം. ഇത് ജീവൻ നൽകുന്ന വചനമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇന്ന് മരിച്ചിരിക്കുന്നവർ ഉയർത്തെഴുന്നേൽക്കുന്ന ദിവസമായി മാറണം. ജീവനിലേക്ക് പ്രവേശിക്കുന്ന ആമേൻ അനുഭവം ഇന്ന് ജീവിതത്തിൽ ഉണ്ടാകണം. കൃപയിൽ ഞങ്ങളെ നിറയ്ക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. യേശുവിനെ മരിച്ചവരിൽ നിന്ന് സത്യത്തിന്റെ ആത്മാവാണ്. അത് ചലിക്കുന്ന ആത്മാവാണ്. അത് ജീവൻ നൽകുന്ന ആത്മാവാണ്. പുതിയ നിയമ പുസ്തകങ്ങൾ നമ്മൾ വായിച്ചു വരുമ്പോൾ ഈ പരിശുദ്ധാത്മാവിന്റെ ചലനങ്ങളെ കുറിച്ചും പ്രവൃത്തികളെ കുറിച്ചും ഒക്കെ നമുക്ക് അവിടെ കാണുവാൻ കഴിയും. കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്നാനത്തിൽ തന്നെ നമുക്ക് കാണുവാൻ കഴിയും. പ്രാവെന്ന രൂപേണ പരിശുദ്ധാത്മാവ് വരികയും ആ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടവനായി പരീക്ഷിക്കപ്പെടുവാനായിട്ട് ആമേൻ പിശാചിന്റെ അടുക്കിലേക്ക് പോവുകയും ആ പരിശുദ്ധാത്മാവിനാൽ ജയം പ്രാപിച്ചവനായി കർത്താവായ യേശുക്രിസ്തു മടങ്ങി വന്ന് തന്നെ 3.5 വർഷക്കാലത്തെ ആത്മീയ ശുശ്രൂഷകൾ നയിക്കുന്നതും നമുക്ക് കാണുവാൻ കഴിയും. അതിനു മുമ്പുള്ള കാലഘട്ടത്തിലും കർത്താവായ യേശുക്രിസ്തുവിലെ ആത്മാവ് ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും പ്രാർത്ഥനയോടുകൂടി ഇരിക്കണം. സത്യത്തിന്റെ ആത്മാവ് നമ്മുടെ ജീവിതത്തിൽ ആമേൻ പരിവർത്തിക്കണമെന്ന്. നമ്മുടെ ജീവിതത്തിനകത്തുള്ള നിശ്ചലമായിരിക്കുന്ന ചില വ്യവസ്ഥകൾക്കൊക്കെ ഇന്ന് മാറ്റം വരും. പ്രൈസ് ദി ലോർഡ്. എന്നോട് പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ടും പറയും, നിങ്ങളുടെ മുമ്പിൽ ചലിക്കാതെ ഇരിക്കുന്ന ആമേൻ സ്തോത്രം, അവനൊരു ഡെഡ് ബോഡി പോലെ അനങ്ങാതെ ഇരിക്കുന്ന ചില വിഷയങ്ങൾക്കകത്ത് ഇന്ന് ചില മൂവുകൾ ഉണ്ടാകും. പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു. ഹല്ലേലൂയ. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ആത്മാവ്. ഈ ആത്മാവിന്റെ വില എത്രത്തോളം എന്ന് എനിക്കോ നിങ്ങൾക്കോ പറയാൻ കഴിയത്തില്ലെന്നാണ് എന്റെ വിശ്വാസം. എനിക്കൊരിക്കലും പറയാൻ കഴിയത്തില്ല. കാരണം ഈ ആത്മാവിൽ നിറഞ്ഞവനായി കർത്താവായ യേശു ക്രിസ്തു ലാസറിന്റെ കല്ലറകളിലേക്ക് ചെല്ലുമ്പോൾ തന്നെ ഈ ആത്മാവ് കർത്താവിന് മുൻപേ കടന്നു ചെന്നവന് ജീവൻ കൊടുത്തിരുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വചനം പറയുന്നതിനകത്ത് അപ്പുറമായിട്ട് ഞാനൊരു വിശ്വാസം പറയുകയാണ്. ഇന്ന് ആരോടൊക്കെ ഇന്ന് സംസാരിക്കുന്നുണ്ടെന്ന് പരിശുദ്ധാത്മാവ്. ഞാൻ എഴുതി വെച്ച വാക്യങ്ങളോ കുറിപ്പുകളോ ഒന്നും അല്ല ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നതെന്ന് നിങ്ങൾ ഓർക്കുക. ഇന്ന് ഈ സഭയോട് ദൈവം സംസാരിക്കുന്ന ചില ദൂതുകളാണ് ഞാൻ അറിയിച്ചു കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവിൽ കർത്താവായ യേശു ക്രിസ്തു ആ സമയത്ത് തന്റെ ശിഷ്യന്മാർ തന്നോട് ചോദിക്കുമ്പോൾ പറഞ്ഞൊരു വാക്കുണ്ട്, അവൻ ഉറങ്ങുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആത്മാവ് ഉള്ളവന് മാത്രമേ മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളെ വെളിപ്പെടുത്തുവാൻ കഴിയത്തുള്ളൂ. ആത്മാവ് ഉള്ളവന് മാത്രമേ രഹസ്യങ്ങൾ വെളിപ്പെട്ടു വരികയുമുള്ളൂ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആ കർത്താവായ യേശു ക്രിസ്തു 4 ദിവസം കല്ലറയിൽ വെച്ച് 4 ദിവസം കഴിയുന്ന സമയത്തും കർത്താവായ യേശു ക്രിസ്തു ഒരു വാക്ക് പറയുകയാണ്, അവൻ മരിച്ചിട്ടില്ല, അവൻ ഉറങ്ങുകയാണ്. പ്രൈസ് ഗോഡ്.
ആത്മാവില്ലാത്ത എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ സത്യത്തിന്റെ ആത്മാവിന്റെ റിയലൈസേഷൻ എന്താണെന്ന് അറിയാത്ത ശിഷ്യന്മാർ വിചാരിച്ചു അവൻ കല്ലറയിൽ മരിച്ചു അടക്കപ്പെട്ടു എന്നുള്ളതാണ് എന്ന് വിശ്വസിച്ചു. പ്രൈസ് ലോർഡ്. എന്നാൽ കർത്താവിന് നല്ലവണ്ണം അറിയാമായിരുന്നു ലാസർ മരിച്ചിട്ടില്ല. പ്രൈസ് ലോർഡ്. അന്നത്തെ ലോകത്തിന്റെ അല്ലെങ്കിൽ ഇന്നുള്ള ലോകത്തിന്റെ ചട്ടപ്രകാരങ്ങളിൽ ആ 4-ാമത്തെ ദിവസം എന്ന് പറയുന്നത് ചില അഴുകിയ അവസ്ഥകളാണ്, നാറ്റം വെച്ച അവസ്ഥകളാണ്. എന്നോട് പരിശുദ്ധാത്മാ പറയുന്നു, ചില നാറ്റം വമിപ്പിച്ച അല്ലെങ്കിൽ നാറ്റം വഹിക്കുന്ന ചില അനുഭവത്തിൽ ഇരിക്കുന്ന എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് ഞാൻ പരിശുദ്ധാത്മാവിൽ ദൂത് പറയുന്നു, നിന്നെ നാറ്റിച്ച, നിന്നെ നാറ്റത്തിന്റെ അനുഭവത്തിലേക്ക് കൊണ്ടുപോകുവാൻ തള്ളിയിട്ട ചില മേഖലകളിൽ നിന്ന് നിന്നെ പുറത്തെടുക്കുന്ന രാത്രിയായി രാത്രി. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. ഈ സത്യത്തിന്റെ ആത്മാവ് പരിവർത്തിക്കുന്ന ഇടങ്ങളിലൊക്കെ അത്ഭുതങ്ങൾ നടന്നു. ഈ സത്യത്തിന്റെ ആത്മാവ് ഉള്ള ഇടത്ത് കടന്നു വന്ന ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരങ്ങളുണ്ടായി. ഹല്ലേലൂയ, സ്തോത്രം. കാരണം ഈ ആത്മാവിന്റെ മുൻപിൽ ചോദ്യമായി നിന്നവർ മുഴങ്കാലുകളെ മടക്കേണ്ടി വന്നു. അവരുടെ മുട്ട് മടക്കി ആമേൻ ആമേൻ സ്തോത്രം സറണ്ടർ ആകുന്ന അനുഭവങ്ങൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ സത്യവചനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാനും കേൾക്കുവാനും കഴിയും. പ്രൈസ് ലോർഡ്. പരിശുദ്ധാത്മാവ് ഇന്നിവിടെ പറയുന്നത് ഈ ആത്മാവ് ഇന്ന് എന്റെയും നിങ്ങളുടെ ഉള്ളിൽ ചലിക്കണം. പ്രൈസ് ലോർഡ്. ഇത് ഒരു രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആമേൻ ഒരു പുതിയ ക്രിയേഷൻ ആയിട്ട് ഒരു സത്യ ക്രിസ്ത്യാനിയുടെ ജീവിതത്തിനകത്ത് ഈ ആത്മാവ് എന്നും വസിക്കണം. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 3 അതിന്റെ 16 മുതൽ 17 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കിവിടെ കാണുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? ഞാൻ ഇന്ന് ഈ കൂട്ടായ്മയോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഈ സത്യം അറിയുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിനകത്ത് പലപ്പോഴും അറിയാതെ പോകുന്ന സത്യങ്ങളാണ് ഇതൊക്കെ. ഈ സത്യത്തിന്റെ ആത്മാവ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ക്രിസ്തുവിനെ ധരിച്ച ഒരു ദൈവവൈതലിന്റെ ആണിത്. പ്രൈസ് ലോർഡ്. നമ്മുടെ അവകാശമാണിത്. ഇത് നമ്മളിൽ വസിക്കുന്നുണ്ട്. ക്രിസ്തുവിനെ ധരിക്കുന്ന നിമിഷത്തിൽ ഈ ആത്മാവ് നമ്മുടെ മേൽ വരും. കർത്താവായ യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരെ അനുഗ്രഹിച്ച് ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിച്ച് അയക്കുന്നതിന് മുൻപ് പറഞ്ഞത്, നിങ്ങളോട് ഞാൻ പറഞ്ഞ വാഗ്ദത്തം പ്രാപിക്കേണ്ടതിന് നിങ്ങൾ ഒരുങ്ങുവിൻ, നിങ്ങൾ പോയി പ്രാർത്ഥിപ്പിൻ. അന്ന് ആ ആലയത്തിനകത്ത് അവർ കൂടിയിരുന്ന ആലയത്തിനകത്ത് പരിശുദ്ധാത്മാവ് വന്ന് പരിപൂർണനായി പരിശുദ്ധാത്മാവിൽ അവൻ വന്ന് അതിൽ തികഞ്ഞവനായി മാറിയ പത്രോസ് അപ്പോസ്തലന്റെ ഭയം മാറി, ചഞ്ചലങ്ങൾ മാറി, അവിശ്വസ്തതകൾ മാറി. അവൻ പുറത്തു വരുമ്പോൾ പുതിയൊരു മനുഷ്യനായി പത്രോസ് അപ്പോസ്തലൻ പുറത്തു വന്നു. ഒരു ശുശ്രൂഷയുടെ തുടക്കം അവിടെ തുടങ്ങുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം താഴോട്ട് വായിച്ചു വരുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയും. അതുവരെ പലപ്പോഴും സംശയിച്ചിരുന്ന അല്ലെങ്കിൽ പലപ്പോഴും ദൈവരാജ്യത്തെ കുറിച്ച് പറയുവാൻ അറിയാതിരുന്ന പത്രോസിന് അന്ന് പരിശുദ്ധാത്മാവ് സത്യങ്ങൾ വെളിപ്പെടുത്തി കൊടുത്തു. അവിടമായി പറയുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ബുദ്ധി ഉപദേശിച്ച് നൽകും. പ്രൈസ് ഗോഡ്. അവൻ നിങ്ങൾക്ക് എല്ലാം ഓർമ്മപ്പെടുത്തി തരും. പ്രൈസ് ഗോഡ്. ഒരു മീൻപിടുത്തക്കാരനായിരുന്ന പത്രോസ് തുടർന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ 12 ശിഷ്യന്മാരുടെയും ക്വാളിഫിക്കേഷൻസ് എത്രത്തോളം വലുതായിരുന്നെന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഇവരിലെല്ലാം വ്യാപരിച്ചിരുന്നത് ഈ സത്യത്തിന്റെ ആത്മാവായിരുന്നു. മാത്രമല്ല അവരിൽ അത് വസിക്കുവാനുള്ള ഇടം അവർ ഒരുക്കി കൊടുത്തു. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് ഞാൻ പറയുന്നു, നിങ്ങൾ അതിനുവേണ്ടി ഒരു ഒരുക്കം ഉണ്ടാകണം. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണെന്ന് ഞാനും നിങ്ങളും അത് ഉറപ്പിക്കണമെന്ന്. ആ മന്ദിരത്തിൽ വസിക്കുന്നത് അവൻ എന്നെയും നിങ്ങളെയും വീണ്ടെടുത്ത കർത്താവായ യേശു ക്രിസ്തുവിൽ വ്യാപരിച്ചിരുന്ന അതേ ആത്മാവാണെന്നുള്ളത് ഞാനും നിങ്ങളും അറിയണം. ജീവിത വഴികളിൽ അറിയണം.
പോകുമ്പോൾ അറിയണം, വരുമ്പോൾ അറിയണം, ചെല്ലുമ്പോൾ അറിയണം, എടുക്കുമ്പോൾ അറിയണം, പറയുമ്പോൾ അറിയണം, നോക്കുമ്പോൾ അറിയണം, കാണുമ്പോൾ അറിയണം. ഇതെല്ലാം ആത്മാവിൽ വേണം നമ്മൾ അറിയുവാൻ. ഇതെല്ലാം നമ്മുടെ ആത്മാവിൽ, നമ്മളിൽ പകർന്നിരിക്കുന്ന സത്യാത്മാവിൽ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ ഞാൻ നോക്കുന്നത് ശരിയാകും, ഞാൻ കാണുന്നത് നേരുള്ളതാകും, ഞാൻ പറയുന്നത് വാക്ചാരിതകൾക്ക് ആമേൻ ശുദ്ധിയുള്ളതായി മാറും. ആമേൻ. സത്യവചനം വ്യക്തമായിട്ടും പറയുന്നു, നമ്മുടെ അധരത്തിന്റെ വിവരണത്തെ കുറിച്ച് വ്യക്തമായിട്ടും പറയുന്നു. നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ആത്മീക വർധന വരുത്തുന്നത് സംസാരിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. ഒരു സഹോദരിയോട് പറയുമ്പോൾ മറ്റുള്ളവരുടെ കുറവുകൾ പറഞ്ഞ് സമയം പാഴാക്കാനുള്ളതല്ല ഇനിയുള്ള കാലം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവ് അടുത്തിരിക്കുന്ന ഈ കാലത്തിൽ ഹല്ലേലൂയ, ഒരു സഹോദരൻ സഹോദരിയോട് സംസാരിച്ചാലും, ഒരു സഹോദരൻ സഹോദരനോട് സംസാരിച്ചാലും, ഒരു സഹോദരി സഹോദരിയോട് സംസാരിച്ചാലും, നിങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ആത്മീക വർധന വരുത്തുന്നത് നിങ്ങൾ സംസാരിപ്പിൻ എന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നു, ഓർമ്മിപ്പിക്കുന്നു. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ പെർമനന്റ് ആയിട്ട് വസിക്കണം. രാത്രിയിൽ അല്ലെങ്കിൽ വൈകിട്ട് ഒരു 6 മണി മുതൽ 6:30 വരെ ആമേൻ, സ്തോത്രം. അല്ലെങ്കിൽ 6 മണി മുതൽ അടുത്ത ഒരു 3 മണിക്കൂർ 2 മണിക്കൂർ ഹല്ലേലൂയ, സ്തോത്രം, പ്രാർത്ഥിക്കുന്ന സമയത്ത് മാത്രമല്ല ഈ ആത്മാവ് നമ്മളിൽ പരിവർത്തിക്കുന്നത്. ആമേൻ. 24/7 എന്നുള്ള ആ നിലകളിലേക്ക് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ ആ സാന്നിധ്യത്തെ അനുഭവിക്കുന്നവരും ആ വ്യക്തികളെ കാണുന്നവരുമായി നമ്മൾ ഓരോരുത്തരും മാറുന്ന പരിശുദ്ധാത്മാവെന്ന് ദൂത് പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ, ചില വാക്യങ്ങൾ വായിക്കുമ്പോൾ നിർത്തി വായിച്ചാൽ ഇതിന്റെ യഥാർത്ഥമായ മർമ്മങ്ങളും വെളിപ്പാടുകളും നമുക്ക് വെളിപ്പെടും. അവിടെ പ്രത്യേകം എഴുതിയിരിക്കുന്നു എങ്കിൽ. എന്താണ് അവിടെ പറഞ്ഞത്? വസിക്കുന്നു എങ്കിൽ. ദാറ്റ് മീൻസ് ഞാൻ പഠിച്ചത് അല്ലെങ്കിൽ എനിക്ക് ദൈവം തന്ന വെളിപ്പാടുകളിൽ ഞാൻ മനസ്സിലാക്കിയത്, വിശ്വസിക്കുന്നു എങ്കിൽ, വസിക്കുന്നു എങ്കിൽ എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ തിരിച്ചറിയണം. നമ്മളിൽ എവിടെയൊക്കെയോ വസിക്കാതിരിക്കുന്ന അനുഭവങ്ങളുണ്ട്, എപ്പോഴൊക്കെയോ ഈ ആത്മാവ് നമ്മളിൽ നിന്ന് മാറിയിരിക്കുന്ന അനുഭവങ്ങളുണ്ട് എന്നതാണ് അർത്ഥം. അപ്പോൾ നമ്മൾ ശോധന ചെയ്യേണ്ടുന്ന കാര്യം നമ്മളിൽ ഈ ആത്മാവ് വസിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്നാനം പെട്ടതുകൊണ്ട് ഒരു ആമേൻ പെന്തക്കോസ്ത് അനുഭവം ഉള്ളവനായി അല്ലെങ്കിൽ അനുഭവം ഉള്ളവനായി എന്ന അർത്ഥമില്ല. ഈ ആത്മാവിന്റെ പ്രവൃത്തികളുടെ പ്രദർശനശാലകളായി ഞാനും നിങ്ങളുമാണ്. ലോകം നോക്കുമ്പോൾ എന്നിൽ ആ ആത്മാവ് വസിക്കുന്നു ഉണ്ട് എന്ന് ലോകം പറയണം. ഹല്ലേലൂയ, സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് ഞാൻ എൻ്റെ ഒരു ചെറിയ ടെസ്റ്റിമണി ഞാൻ പറയാം. ഞാൻ ഈ ക്രിസ്തുവിനെ അറിയുന്ന നാൾ വരെ ഒരു ഓർത്തഡോക്സ് വിശ്വാസിയായിരുന്ന എന്റെ ജീവിതത്തിനകത്ത്, ഒരു കപ്പ്യാരായിരുന്ന എന്റെ ജീവിതത്തിനകത്ത് ഈ സത്യം എനിക്ക് അറിയത്തില്ലായിരുന്നു. തിരുവചനം വല്ലപ്പോഴും ഒക്കെ വായിക്കും. കുർബാന ക്രമത്തിനകത്തുള്ള ഒരു ഒതുങ്ങലിനകത്ത് മാത്രം ജീവിച്ചിരുന്ന എന്റെ ജീവിതത്തിൽ 2004 ഈ കർത്താവ് യേശു ക്രിസ്തുവിനെ കണ്ട നാൾ മുതൽ ഈ ആത്മാവ് എന്റെ മേൽ വന്ന് എന്റെ മേൽ ഇത് പരിവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ എന്റെ ക്യാരക്ടർ വൈസ് ഞാൻ മാറ്റം വന്നു. പ്രൈസ്. അതുവരെ ഉണ്ടായിരുന്ന എന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി എന്നോട് അടുക്കുകയോ എന്നോട് സംസാരിക്കാനോ താല്പര്യപ്പെടാറില്ലായിരുന്നു. കാരണം ഞാൻ അത്രയ്ക്ക് റൂഡായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ അത്രയൊക്കെ കോപിഷ്ഠനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ ക്രിസ്തുവിനെ അറിഞ്ഞ നാൾ മുതൽ എന്റെ ജീവിതത്തിനകത്ത് ഒത്തിരി മാറ്റങ്ങൾ കർത്താവായിട്ട് തന്നെ മാറ്റി. അതായിരുന്നു ആദ്യത്തെ ഘട്ടം. ഞാൻ പറയാം, ഈ ക്രിസ്തുവിനെ അറിഞ്ഞ നാളിൽ ഞാൻ അമിതമായി മദ്യപാനം ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. രാവിലെ ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ മദ്യം കഴിക്കാതെ പോകാത്ത ഒരു അവസ്ഥയിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. രാവിലെ 5 മണിക്ക് ഞാൻ ഉണർന്നാൽ ആദ്യം മദ്യം കഴിച്ചതിന് ശേഷമേ ഞാനൊരു കോഫി കുടിക്കത്തുള്ളൂ. അങ്ങനെയുണ്ടായിരുന്ന എന്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കാതിരിക്കെ, ഞാൻ തീരുമാനമെടുക്കാതിരിക്കെ ഒഴിച്ചു വെച്ച മദ്യം കുടിക്കാൻ കഴിയാതെ വണ്ണം പരിശുദ്ധാത്മാവിനെ അതിൽ നിന്ന് മാറ്റി. ഞാൻ പലരും പറഞ്ഞ് കേട്ടിട്ടുള്ളത്, ഇത്രത്തോളം അഡിക്ഷൻ ഉണ്ടായിരുന്ന ജോണിന്
മറ്റ് സൈഡ് എഫക്ട്സുകൾ ഒന്നും ഉണ്ടായില്ലേ എന്നാണ് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഞാനല്ല മാറ്റിയത്, ഞാനല്ല അതിനെ മാറ്റി വെച്ചത്, കർത്താവ് യേശു ക്രിസ്തു ഇടപെട്ടു, അതിനകത്തുനിന്ന് എന്നെ മാറ്റിയത് കൊണ്ട് എനിക്ക് ഇന്ന് വരെ ദൈവത്തിന്റെ കൃപയാൽ അതുവരെ ഉണ്ടായിരുന്ന രോഗങ്ങൾ കൂടി മാറിപ്പോയി. പ്രൈസ് ദി ലോർഡ്. മദ്യപാനത്തിന്റെ ആസക്തിയിൽ ഉണ്ടായ പല അവയവ കേടുകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ദൈവം മാറ്റി ആ സമയത്ത് തന്നെ. ഈ ആത്മാവ് എന്റെ മേൽ അന്ന് രാത്രിയിൽ അത് വ്യാപരിക്കുമ്പോൾ, അന്ന് പകലും ഞാൻ മദ്യപിച്ചിട്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അന്ന് വൈകുന്നേരത്തെ ഒരു പാർട്ടിക്ക് വേണ്ടി ഞാൻ എൻ്റെ സ്വന്തം ചെലവിൽ എന്റെ വിവാഹ ജീവിതം കഴിഞ്ഞ് ഞാൻ ചെല്ലുന്നതിന്റെ സന്തോഷം പങ്കുവെക്കാൻ വേണ്ടി അന്നത്തെ വൈകിട്ട് വെച്ച് പാർട്ടിയിലാണ് ഞാൻ തന്നെ ഒഴിച്ചു വെച്ച 23 പേരോളം ഉണ്ടായിരുന്നവർക്ക് ഒഴിച്ചു വെച്ചിട്ട് അവരോടൊപ്പം എനിക്ക് ആ മദ്യം എടുത്ത് കഴിക്കുവാൻ കഴിയാതെ എന്റെ ദൈവനെ അതിൽ നിന്ന് മാറ്റി. വലിയൊരു അത്ഭുതം അങ്ങനെ ചെയ്ത ദൈവം. ഒരു പ്രാർത്ഥനയുടെ, സത്യത്തിന്റെ ആത്മാവിന്റെ ഒരു പ്രാർത്ഥനയുടെ വലിയൊരു പിൻശക്തിയായിരുന്നു അതിന്റെ മേൽ വ്യാപരിച്ചത്. എന്റെ പ്രിയ ഭക്തേ, ആമേൻ, സിസ്റ്റർ പറഞ്ഞതുപോലെ ഷേലി നിങ്ങളുടെ ഒപ്പം സുവിശേഷം അറിയിച്ചിട്ടുണ്ട്. ആമേൻ, എന്റെ വൈഫ് പ്രാർത്ഥനയ്ക്കുന്ന നല്ലൊരു ആമേൻ ദേവദാസിയാണ്. അവളുടെ അമ്മ നല്ലവണ്ണം ഞാൻ അമ്മ എന്ന് വിളിക്കുന്ന എന്റെ മദറിൻലോ നല്ലവണ്ണം പ്രാർത്ഥിക്കുകയും കവലകളിൽ കടന്നുപോയി സുവിശേഷം അറിയിക്കുകയും ചെയ്യുന്ന നല്ലൊരു മാതാവാണ്. ഇവരുടെയൊക്കെ പ്രാർത്ഥന, ആത്മാവിലുണ്ടായ പ്രാർത്ഥനയുടെ അനുഭവമാണ് എന്റെ ജീവിതത്തിൽ മദ്യപാനത്തിൽ നിന്ന് ദൈവം തന്ന വിടുതൽ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ തികഞ്ഞ മദ്യപാനിയായിരുന്ന എന്റെ ജീവിതത്തിൽ ദൈവമായിട്ടൊരു വിടുതൽ എനിക്ക് തന്നു. സത്യത്തിന്റെ ആത്മാവിന്റെ മേൽ പരിവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ പോലും അറിയാതെ പല രോഗങ്ങളിൽ നിന്ന് ദൈവം എന്നെ ആ സമയങ്ങളിൽ വിടുവിച്ചു. അത് കഴിഞ്ഞ് വിശ്വാസ ജീവിതത്തിൽ മുൻപോട്ട് പോകുമ്പോൾ ഒരു സമയമെടുത്ത സമയത്ത് ഞങ്ങളുടെ നല്ല വിശ്വാസത്തിൽ ആമേൻ നല്ല ആരാധ്യരായിട്ട് സഭയ്ക്ക് നല്ല പിന്താങ്ങായിട്ടൊക്കെ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഞാൻ അവിടെ തുടങ്ങിയ നാൾ മുതൽ, കർത്താവായ യേശു ക്രിസ്തുവിനെ അറിഞ്ഞ നാൾ മുതൽ മുൻപോട്ടുള്ള ജീവിത വഴികളിലൊക്കെ ഉയർച്ചകൾ ദൈവം വേഗത്തിൽ തരാൻ തുടങ്ങി. ദൈവമായിട്ട് വിളിച്ചിറക്കിയതിൻ്റെതായിട്ടുള്ള ഒത്തിരി എക്സ്പീരിയൻസുകൾ എനിക്ക് പറയാനുണ്ട്. അത് പറഞ്ഞാൽ ഇന്നത്തെ ദിവസം തീരത്തില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഞാൻ മുൻപോട്ട് പോകുമ്പോൾ ഒരു ഘട്ടമായപ്പോൾ ഞങ്ങളുടെ ഈ ബ്ലെസ്സിങ്സിനും ഞങ്ങളുടെ ഉള്ള ആത്മീയമാകുന്ന ചില ചിന്തകൾക്കൊക്കെ ഒരു ബ്രേക്ക് വന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ എന്റെ വൈഫ് ഡെലിവറിക്കായിട്ട് നാട്ടിൽ കടന്നു ചെല്ലുമ്പോൾ അവിടെ ഒരു ദൈവദാസൻ കടന്നു വരികയും പ്രാർത്ഥനയുടെ മധ്യത്തിൽ ഈ ആത്മാവ് ഈ ദൈവദാസന് ഇളിവനിലുള്ള ഒരു കുറവ് വെളിപ്പെടുത്താനിടയായി. അതിപ്രകാരമാണ് പറഞ്ഞത്: അച്ചായനിൽ ഒരു കുറവ് പറഞ്ഞു കിടക്കുന്നു, അത് മുൻകോപമുണ്ട്, അത് മാറ്റിയാൽ നിങ്ങളുടെ അടുത്ത ആത്മീയ തലം തുറക്കപ്പെടുമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ അനുഗ്രഹത്തിന് തടസ്സമായിട്ട് പിശാച് വാദിക്കുന്ന ഒരു മേഖലയാണത്. അതുകൊണ്ട് അച്ഛനോട് വിളിച്ചിട്ട് പറയണം, ഈ കോപം മാറ്റണമെന്ന് പറയണമെന്ന് പറഞ്ഞു. ഞാൻ നല്ല കോപിഷ്ഠൻ എന്ന് പറഞ്ഞാൽ നല്ല കോപിഷ്ഠനാണ്. അപ്പോൾ അത് അറിയുകയും ഈ ആത്മാവിൽ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, കർത്താവേ എനിക്ക് ഇതിനകത്തൊരു വിടുതൽ വേണം. ഞാൻ ഒന്ന് പറഞ്ഞു, ദൈവമായിട്ടൊരു ഈ ആത്മാവായിട്ട് എന്റെ ഒരു ദുശീലം എടുത്തു മാറ്റി മദ്യപാനം വന്നത്. പക്ഷേ ഞാൻ പിന്നീട് ഈ ഒരു വിഷയം പരിശുദ്ധാത്മാവ് ഒരാളിൽ കൂടി എനിക്ക് ഓർമ്മപ്പെടുത്തി തന്നപ്പോൾ ഞാൻ ഇതേ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞങ്ങൾ ഐകമത്യപ്പെട്ട് പ്രാർത്ഥിച്ചപ്പോൾ എന്നിൽ നിന്ന് ആ കോപം മാറി. എന്നെ വെറുത്തവർ, എന്നോട് അടുക്കാൻ ആഗ്രഹിക്കാതിരുന്നവരൊക്കെ എന്റെ അടുക്കിലേക്ക് വരാൻ തുടങ്ങി. എന്റെ ഓഫീസിൽ പോലും എന്റെ ക്യാരക്ടറിലുണ്ടായ മാറ്റങ്ങൾ വലിയവയാക്കി മാറ്റി. എന്റെ തലങ്ങൾ മാറ്റി. എനിക്ക് അടുത്ത പുതിയ ഓപ്പണിങ്സുകൾ ദൈവം എനിക്ക് തുറന്നു തരാൻ തുടങ്ങി. പ്രൈസ് ഗോഡ്. ഈ സത്യത്തിന്റെ ആത്മാവ് പരിവർത്തിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മുടെ ഹൃദയത്തെ തുറന്നു കൊടുക്കണം. ഹല്ലേലൂയ, സ്തോത്രം. ഇന്നെ കേൾക്കുന്ന ദൈവജനമേ, നമ്മുടെ ജീവിതത്തിനകത്ത് തടസ്സമായി നിൽക്കുന്ന ചില മേഖലകൾ എന്തെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ ബ്രേക്ക് ചെയ്യണം. സത്യത്തിന്റെ ആത്മാവ് ഉള്ളവർക്ക് അത് കഴിയും. ഈ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ നമ്മളിൽ ഒത്തിരി റൈറ്റ്സ് കിടപ്പുണ്ട്, നമ്മളിൽ ഒത്തിരി അധികാരങ്ങൾ കിടപ്പുണ്ട്, ഒത്തിരി അവകാശങ്ങൾ കിടപ്പുണ്ട്. ഇതെല്ലാം വർക്കൗട്ട് ആകണമെന്നുണ്ടെങ്കിൽ ഈ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വരണം. ഹല്ലേലൂയ. കർത്താവ് എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് ഞാൻ എന്റെ സർവ്വ അധികാരം നൽകിയിരിക്കുന്നു.
പാമ്പിനെയും തേളിനെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുന്നു. ഒന്നും നിങ്ങൾക്ക് ദോഷമായി ഭവിക്കാതിരിക്കേണ്ടതിന് നിങ്ങൾക്ക് അതിനുള്ള അധികാരമുണ്ട്. ഈ അധികാരം ആമേൻ സ്തോത്രം വർക്കൗട്ട് ആകണമെന്നുണ്ടെങ്കിൽ ഈ ആത്മാവ് നമ്മളിൽ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ തിരിച്ചടി നമുക്കുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഇത് പറയുമ്പോൾ തന്നെ ഞാനൊരു ഉദാഹരണമായിട്ട് ഞാൻ നിങ്ങളോട് പറയാം. ഞാനൊരു വാഹനം മേടിച്ചാൽ ആ വാഹനത്തിനകത്ത് ഇന്ധനം ഒഴിക്കാതെ എനിക്ക് വാഹനമുണ്ട്, അത് ഓടിക്കാൻ എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? അല്ല. ആ വാഹനത്തിൽ വേണ്ടുന്ന ഇന്ധനത്തെ നിറയ്ക്കാതെ എനിക്ക് ഒരിക്കലും അതിനെ ചലിപ്പിക്കാൻ കഴിയത്തില്ല. ഈ സത്യത്തിന്റെ ആത്മാവ്, പ്രവൃത്തിയുടെ ആത്മാവ്, വെളിപ്പാടിന്റെ ആത്മാവ് ആമേൻ നമ്മുടെ ഉള്ളിൽ ഇല്ലാത്തിടത്തോളം കാലം നമ്മളിലുള്ള ഈ ആമേൻ സ്പെഷ്യൽ അനോയിന്റിങ്ങിനെ ചലിപ്പിക്കാൻ നമുക്ക് കഴിയത്തില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമ്മുടെ ആത്മാവിൽ ഇന്ന് രാത്രിയിൽ തിരിച്ചറിയണം, നിങ്ങളിൽ അങ്ങനെ ചില സ്പെഷ്യൽ അനോയിന്റിങ് ഉള്ളവർ ഈ കൂട്ടായ്മയിലുണ്ടെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. ഞാൻ നിങ്ങളെ ഉപയോഗിക്കാനായിട്ട് നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന ഈ ആത്മാവിനെ വേണ്ടുന്നത് പോലെ പരിപാലിക്കാത്തത് കൊണ്ട് മാത്രം അത് വർക്കൗട്ട് ചെയ്യാൻ കഴിയാതെ, അതിന്റെ റിസൾട്ട് കാണാതെ നിങ്ങൾ ഇരിക്കുമ്പോൾ എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ഇന്ന് നീ ഈ ആത്മാവിനെ ഉള്ളിൽ വഹിക്കുവാൻ തയ്യാറായാൽ, ഇന്ന് ഈ ആത്മാവിനെ നിന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ തയ്യാറായാൽ, ആമേൻ, ഞാൻ നിന്നെ വാലല്ല, നിന്നെ ഞാൻ ശുശ്രൂഷകളെ തലയാക്കി മാറ്റുമെന്ന് എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. ശബലകരഘടകസി അന്തരശവാനകരഘടകസി. ഇത് ജീവൻ നൽകുന്ന ആത്മാവാണ്. ഈ ആത്മാവ് നമ്മുടെ ഹൃദയത്തിനകത്ത്, നമ്മുടെ ഹോൾ ബോഡി ആത്മാവിനായി തീരണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. 11ാമത്തെ വാക്യം ഇങ്ങനെയാണ് ഓർമ്മിപ്പിക്കുന്നത്, ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരാകേണ്ടുന്നത്. ആമേൻ. ഈ ലോകത്തിന്റെ മോഹങ്ങൾക്ക് അതീതപ്പെട്ട് ജീവിക്കുവാൻ വേണ്ടി അല്ല നമ്മളെ വേർതിരിച്ചെടുത്തത്. ഈ സത്യവചനം കേൾക്കാൻ വേണ്ടി മാത്രമല്ല ശുശ്രൂഷ ഈ കൂട്ടായ്മയിൽ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുന്നത്. സത്യവചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഈ സത്യത്തിന്റെ ആത്മാവിൽ ഇതിനെ ആമേൻ സ്തോത്രം ആമേൻ പുറത്തു കൊണ്ടുവരുവാൻ ശുശ്രൂഷകളായിട്ട്, ആമേൻ വാക്കുകളായിട്ട്, ആമേൻ നമ്മുടെ പ്രവൃത്തികളായിട്ട് ഇതിനെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ ആമേൻ അനുഗ്രഹം നമുക്ക് തന്നിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. അപ്പോൾ ഈ ജഡത്തിനകത്ത് നമ്മൾ പുറമേ കാണിക്കുന്ന ഭക്തിയുടെയോ ആമേൻ സ്തോത്രം ഈ വെളുപ്പിക്കലിന്റെയോ അല്ല കാര്യം. ഹൃദയ ശുദ്ധി ഉള്ളവരാണ് ഭാഗ്യവാന്മാർ എന്ന് വചനം വ്യക്തമായിട്ട് പറയുന്നു. അവർ ദൈവരാജ്യം കാണും, അവർ ദൈവത്തിന്റെ പ്രിയരായി മാറും. ഹൃദയ ശുദ്ധിയെ മാത്രമാണ് ദൈവം നോക്കുന്നത്. ഈ പുറമേ കാണുന്ന ഈ വെള്ളവസ്ത്രം ഇട്ടത് കൊണ്ട് ഞാനൊരു സുവിശേഷകനാകുന്നില്ല. അതൊരു ചെറിയൊരു ഐഡന്റിറ്റി മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഐഡന്റിറ്റി കൊണ്ട് മാത്രം കാര്യമായില്ല. എന്നിലുള്ള ഒതോറിറ്റിയോ, എന്നിൽ പകർന്നിരിക്കുന്ന ആ ഒതോറിറ്റി, പരിശുദ്ധാത്മാവിൽ പകർന്നിരിക്കുന്ന എന്നിലെ അധികാരത്തെ പുറത്തെടുക്കണമെന്നുണ്ടെങ്കിൽ എന്റെ ഹൃദയത്തിന്റെ ശുദ്ധീകരണം ആമേൻ അത്യന്താപേക്ഷിതമാണെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആയത് നമ്മുടെ ജീവിതത്തിനകത്ത് ശുദ്ധീകരണം അത്യാവശ്യമാണ്. നമുക്ക് നല്ലതുകൊണ്ടും അറിയാം, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള മന്ദിരങ്ങൾ, അത് ക്രിസ്തീയ സഭകളായിക്കൊള്ളട്ടെ, ആമേൻ അമ്പലങ്ങളായിക്കൊള്ളട്ടെ, മുസ്ലിം ആലയങ്ങളായിക്കൊള്ളട്ടെ, ഇതിനകത്തൊക്കെ ഒരു അശുദ്ധീകരണം ഉണ്ട് എന്ന് കണ്ടാൽ അവരൊക്കെ ശുദ്ധീകരണ കലശങ്ങൾ നടത്തുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നമ്മൾ എപ്പോഴെങ്കിലും ഈ സത്യത്തിന്റെ ആത്മാവ് വസിക്കാതിരിക്കുന്ന ഒരു അനുഭവം കണ്ടാൽ, ഞാൻ ക്ഷീണിച്ചു പോയി, എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, എനിക്ക് വചനം വായിക്കാൻ കഴിയുന്നില്ല, എനിക്ക് അന്യഭാഷയിൽ സംസാരിക്കാൻ കഴിയുന്നില്ല, പരാതികൾ പറയുന്നതല്ലാതെ എവിടെയാണ് വീഴ്ച വന്നതെന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എവിടെയാണ് ഞാൻ ഇത് ശുദ്ധീകരണം നടത്തേണ്ടതെന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ആ ശുദ്ധീകരണത്തിന് വേണ്ടി നമ്മൾ തയ്യാറായിട്ടുണ്ടോ എന്ന ഒരു ചോദ്യം ഇന്ന് പരിശുദ്ധാത്മാവ് എന്നോട് നിങ്ങളോട് ചോദിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സത്യത്തിന്റെ ആത്മാവ് പരിവർത്തിക്കുന്ന അടുത്ത് അശുദ്ധാത്മാക്കൾ ഇരിക്കത്തില്ല.
അശുദ്ധമായത് എന്തോ ഉള്ളിലുള്ളപ്പോൾ പരിശുദ്ധാത്മാവ് അവിടെ ഇരിക്കത്തില്ല. രണ്ടും രണ്ട് കാര്യങ്ങളാണ്. കാരണം അത് രണ്ടും ആമേൻ ഒരു ശത്രുത്വമുള്ളവരാണ്. ജഡത്തിന്റെ ആത്മാവും ആമേൻ പരിശുദ്ധാത്മാവും തമ്മിൽ ശത്രുത്വമുണ്ട്. കാരണം അശുദ്ധമുള്ളിടത്ത് ഈ പരിശുദ്ധൻ ഇരിക്കത്തില്ല. രണ്ടാമത്തെ കാര്യം, ഈ പരിശുദ്ധൻ ഉള്ളിടത്ത് അശുദ്ധമായത് ഒന്നും കടന്നു വരത്തില്ല. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ നാളുകളിൽ നാട്ടിൽ കടന്ന് ചുരുക്കം ചില ദിവസങ്ങൾ കടന്നു ചെന്നപ്പോൾ ശ്രേഷ്ഠനായ ഒരു ദൈവദാസനെ, ഞാൻ ശ്രേഷ്ഠൻ എന്ന് പറഞ്ഞാൽ ആത്മാവിൽ ശ്രേഷ്ഠനായ ഒരു ദൈവദാസൻ, ആ ദൈവദാസനെ കണ്ടു കഴിഞ്ഞാൽ വെറും ശുദ്ധനായ ഒരു പാവം പിടിച്ചൊരു ദൈവദാസൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, കൊല്ലം തിരുവനന്തപുരം റൂട്ടിനകത്ത് കഴിഞ്ഞ ഇടകളിൽ ഒരു വലിയ ഒരു ബോംബ് സ്ഫോടനം ആമേൻ ഒരു അമ്പലത്തിൽ ഉണ്ടായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ആയിരക്കണക്കിന് ആൾക്കാർ അതിനകത്ത് മരിച്ചു. ഈ ദൈവദാസനെതിരായിട്ട് പ്രവർത്തിച്ച 2 ആഴ്ച കഴിയുമ്പോഴാണ് ഈ വലിയൊരു അപകടം അവിടെ ഉണ്ടായത്. അതിന്റെ ഡീറ്റെയിൽ ഒന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല, വേഗത്തിൽ ഞാൻ പറയാം. അവർ പ്രശ്നം വെച്ചപ്പോൾ അന്ന് മരിച്ചവരുടെ ബോഡികൾ ചാക്കിൽ കെട്ടിക്കൊണ്ടുവന്ന് കൊടുത്തെന്നാണ് ഞാൻ അറിഞ്ഞത്. പ്രശ്നം വട്ടിയിലും കൊട്ടയിലും ചാക്കിലും കെട്ടിക്കൊണ്ട് കൊടുത്തെന്നാണ് ഞാൻ അറിഞ്ഞത്. വീടുകളിൽ പല കഷണങ്ങളായി ചിതറിപ്പോയ ഈ പാസ്റ്റർക്കെതിരായിട്ട് വർഷങ്ങൾ കൊണ്ട് ആമേൻ ഇവർക്കെതിരായിട്ടുള്ള മൂവുകൾ നടത്തിയവർ ഒറ്റ ഒരെണ്ണം പോലും ഇന്ന് ആ ദേശത്തില്ല എന്നുള്ളതാണ് ദൈവത്തിന്റെ ആത്മാവ് ഓർമ്മിപ്പിക്കുന്ന സത്യം. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഈ അമ്പലത്തിനകത്തൊരു പ്രശ്നം വെച്ചപ്പോൾ വെളിപ്പെട്ട കാര്യം, അവിടെ ശുദ്ധമായതെന്തോ ചലിച്ചു. ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ വ്യാപരിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ദേവനും ദേവിയും ഒക്കെ ഓടിപ്പോയി. പ്രൈസ് ദി ലോർഡ്. ഇവർ അർപ്പിച്ച ഒരു പ്രസാദ വർഷങ്ങൾ അവിടെ ഉണ്ടായാലും അത് അവർക്ക് അബദ്ധമായി മാറി, അനർത്ഥമായി മാറി, അപകടമായി മാറി. ഇവർ താമസിക്കുന്ന ചെറിയൊരു ഭവനം, ഈ ഇവരുടെ വീടിന് 500 മീറ്റർ മുമ്പിലാണ് ഈ അമ്പലം. ഈ 500 മീറ്റർ പുറകിലാണ് ഇവരുടെ റെയിൽവേ സ്റ്റേഷൻ, പരവൂർ റെയിൽവേ സ്റ്റേഷൻ. ഈ ഭവനത്തിന്റെ ചുറ്റുപാടുള്ള എല്ലാ വീടുകളും കേടുപാടുകൾ ഉണ്ടായി. എന്നാൽ ഈ ഒരു വീടിന് ബലഹീനമായി നിൽക്കുന്ന ഒരു വീടാണ്. ഒരു അനർത്ഥവും സംഭവിച്ചില്ല. രണ്ടാമത്തെ ഒരു കാര്യം, ഇതിനെതിരെ മുൻനിരയിൽ നിന്ന് ഒരാൾ, ഈ ആൾ അടുത്ത വശത്തൊന്നുമില്ലായിരുന്നു. അയാൾ ഒരു 1 കിലോമീറ്റർ അപ്പുറത്ത് റെയിൽവേ ട്രാക്കിനെ ക്രോസ് ചെയ്യാൻ നിൽക്കുമ്പോൾ ഈ അമ്പലത്തിൽ, അതായത് 1 കിലോമീറ്റർ ഇപ്പുറത്തുണ്ടായ അമ്പലത്തിലുണ്ടായ ബോംബ് സ്ഫോടനത്തിൽ ഒരു ബോംബ് ബോംബ് ഈ ഭവനത്തിന് മുകളിൽ കൂടി പോയി എന്ന് പാസ്റ്റർ പറയുന്നു. അവരെല്ലാവരും ഇത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പോയി ഈ മനുഷ്യനിരുന്ന ബൈക്കിൽ വീഴാതെ ഇയാളുടെ തലയിൽ തന്നെ വീണ അയാൾ ആ സമയത്ത് സ്പോട്ടിൽ മരിച്ചു എന്നാണ് അവിടെ ഞങ്ങൾ കേട്ടത്. എന്നോട് പരിശുദ്ധമ്മ പറയുന്ന ഒരു കാര്യം, ജഡത്തെ ദുഃഖിപ്പിച്ചാൽ നിങ്ങൾക്ക് പ്രശ്നമില്ല, പക്ഷേ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ ആത്മാവിൽ തിരിച്ചറിയണമെന്ന സത്യങ്ങൾ ഒത്തിരി ഉണ്ട്. പ്രിയ ദൈവജനമേ, ഈ സത്യത്തിന്റെ ആത്മാവ് ഒരിക്കലും ദുഃഖിക്കുവാൻ ഇടയാകുന്നത് ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 13-ാമത്തെ വാക്യം, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ നിങ്ങൾ യഥാർത്ഥമായി മരിക്കും. നിശ്ചയമാണത്. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിൽ നിങ്ങൾ ജീവിക്കുമെന്ന് സത്യവാചകം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഈ സത്യത്തിന്റെ ആത്മാവിനാൽ നമ്മളിലുള്ള ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഈ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കണം എന്നുള്ള സത്യം ഞാനും നിങ്ങൾ തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ മർത്യമായ ശരീരത്തെ, മരണപ്പെട്ടിരിക്കുന്ന ഈ ശരീരത്തെ ഒരു പുതിയ ജീവനിലേക്ക് കൊണ്ടുവന്നത് ഈ സത്യ ആത്മാവാണ്. ഇതിന്റെ വില എത്രയാണെന്ന് ആ ക്രൂശിലേക്കൊന്ന് നോക്കിയാൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ആ ക്രൂശിന്റെ സത്യത്തെ നമ്മൾ തിരിച്ചറിഞ്ഞാൽ, ആ സത്യം തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ഈ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വരണം. എത്ര വില കൊടുത്താലും ലഭിക്കാത്ത ഈ വലിയ ദാനം, ഈ വലിയ അനുഗ്രഹം, ഈ ആത്മാവ് ദാനമായി പുത്രനിൽ വിശ്വസിക്കുന്ന എനിക്കും നിങ്ങൾക്കും ദൈവം നൽകിയിരിക്കുന്നു എന്നുള്ള സത്യം ഞാൻ നിങ്ങൾ തിരിച്ചറിയണം.
പഴയ നിയമ പുസ്തകത്തിൽ ഇല്ലാത്ത ഈ സത്യത്തിന്റെ ആത്മാവ് അവൻ യഥാർത്ഥമായും കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എനിക്കും നിങ്ങൾക്കും അവകാശം പറയാനുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഹൃദയ ശുദ്ധി, ആമേൻ, നിർമ്മലമായ ഒരു ഹൃദയം, സ്ഥിരതയുള്ള ഒരു ആത്മാവ് നമ്മളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. നിർമ്മലമായ ഒരു ഹൃദയം ഉള്ളിടത്തെ ഈ സ്ഥിരതയുള്ള ഒരു ആത്മാവ് ജീവിക്കത്തുള്ളൂ, അവൻ ഇരിക്കത്തുള്ളൂ, അവിടെ പ്രവർത്തിക്കത്തുള്ളൂ. പിന്നെയോ ഈ ആത്മാവ് ഉള്ളപ്പോൾ നമ്മൾ ഇച്ഛിക്കുന്നതല്ല, പരിശുദ്ധാത്മാവ് ഇച്ഛിക്കുന്നത്, ഈ ആത്മാവ് ഇച്ഛിക്കുന്നത് അവിടെ നടക്കത്തുള്ളൂ. ക്രൂശിലേക്കൊന്ന് നോക്കിയേ. ആ കർത്താവായ യേശു ക്രിസ്തു അവസാന നാളുകളിൽ രാത്രിയുടെ യാമങ്ങളിൽ പിതാവിന്റെ അടുക്കൽ മുഴങ്കാലുകളെ മടക്കി പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പറഞ്ഞത് നമ്മൾ കേട്ടിട്ടില്ലേ? കർത്താവെ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറ്റണമേ, എടുക്കണമേ. ഇമ്മീഡിയറ്റ് ആയിട്ട് ആത്മാവിൽ തിരിച്ചറിഞ്ഞ കർത്താവ്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നേ. ആ സാഹചര്യത്തെയും ആ സർക്കംസ്റ്റാൻസിനെ ഞാൻ നോക്കിയിട്ട് ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നേ. ഇമ്മീഡിയറ്റ് ആയിട്ട് ആത്മാവ് തന്നിൽ പരിവർത്തിച്ചിരുന്ന ആത്മാവ് ഓർമ്മപ്പെടുത്തി കർത്താവ് തിരിച്ചു പറഞ്ഞ്, അല്ല കർത്താവെ, അങ്ങയുടെ ഹിതം നിറവേറണം. പ്രൈസ് ദി ലോർഡ്. ദൈവഹിതം നമ്മുടെ ജീവിതത്തിൽ നിറവേറണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവജനമേ, ഈ ആത്മാവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. കാരണം ഇത് പിതാവായ ദൈവത്തിന്റെ ആത്മാവാണ് നമ്മളിൽ വന്നിരിക്കുന്നത്. ക്രിസ്തുവിൽ കൂടി. പുത്രനില്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. പുത്രൻ എന്ന റൈറ്റ്സിലാണ് എനിക്കും നിങ്ങൾക്കും ഈ അതോറിറ്റി തന്നിരിക്കുന്നത്. ഈ പുത്രനിൽ കൂടിയാണ് നമ്മൾ ഇത് പ്രാപിച്ചിരിക്കുന്നത്. പുത്രനെ കൂടാതെ ഇന്നുള്ള ഈ ജനറേഷൻ, ഈ ലോകത്തിൽ വസിക്കുന്ന ഈ ജനറേഷൻ, ഹല്ലേലൂയ, ക്രിസ്തുവിൽ ജയാളിയായി മാറണമെന്നുണ്ടെങ്കിൽ ഈ ക്രൈസ്റ്റ്, ഇൻ ക്രൈസ്റ്റിലായിരിക്കണം നമ്മൾ. ക്രിസ്തുവിൽ അവൻ വാഴുവാനായിരിക്കണം, വളരുന്നവരായിരിക്കണം നമ്മൾ ഓരോരുത്തരും. ക്രിസ്തുവിൽ, ഇൻ ക്രൈസ്റ്റ്, നമ്മളിൽ അത് വസിക്കണം. അതിനുവേണ്ടി ഞാനാകുന്ന, നിങ്ങൾ ഓരോരുത്തരാകുന്ന അവൻ ഭക്തിയുള്ള, വിശ്വസ്തതയുള്ള, വിശുദ്ധിയുള്ള മന്ദിരമായി ഞാനും നിങ്ങൾ മാറണം. പ്രിയ ദൈവജനമേ, എങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പറയുന്നു, നിങ്ങൾ കേൾക്കുവാൻ ആഗ്രഹിച്ചിരിക്കുന്ന ചില അവൻ നന്മകളും അനുഗ്രഹങ്ങളും വചനമാ ഇന്ന് ഈ കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ ആത്മാവ് എന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ, പറഞ്ഞ പ്രോമിസുകൾ ഒന്നൊന്നില്ലാതെ ഈ വരുന്ന ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് പ്രവൃത്തിയായി മാറും. ഹല്ലേലൂയ. വിടുതലുകൾ ഇന്ന് മുതൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് നടക്കും. സത്യമാണ്. ഹല്ലേലൂയ. അതിനൊരു സാക്ഷ്യം കൂടി ഞാൻ പറയാം. ഞങ്ങൾ വിവാഹം കഴിഞ്ഞ് 5 വർഷക്കാലം തലമുറകളില്ലാതെ ഭാരപ്പെട്ടു. മെഡിക്കൽസ് പറഞ്ഞ സാധ്യതകൾ കുറവാണ്. നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ഒരു വാക്ക് പറഞ്ഞു. ജീവിതത്തിൽ ഒറ്റ വട്ടമേ ഞങ്ങൾ ടെസ്റ്റിന് പോയുള്ളൂ. പിന്നീടുള്ളതെല്ലാം പ്രാർത്ഥനയായിരുന്നു. ഈ ബഹന പട്ടണത്തിൽ ഞങ്ങൾ എല്ലാ വർഷവും നാട്ടിൽ കടന്നു ചെല്ലുമ്പോൾ, എല്ലാ വർഷത്തിലും കടന്നു ചെല്ലുന്ന 3 ദിവസം, ഫസ്റ്റ് 3 ദിവസം അല്ലെങ്കിൽ ഫസ്റ്റ് പ്രയോറിറ്റി ഞങ്ങൾ പ്രാർത്ഥനയ്ക്കായിരുന്നു. 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന മസ്റ്റായിരുന്നു. അപ്പൊ എല്ലാ പ്രാവശ്യങ്ങളിലും ദൂതുകൾ നിങ്ങൾക്ക് തലമുറകൾ ജനിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ 3-ാമത്തെ വർഷം ഞങ്ങൾ കടന്നു ചെല്ലുമ്പോൾ, ഉപവാസം കഴിഞ്ഞ് 3 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രയർ കഴിഞ്ഞ് വെളിയിൽ ഇറങ്ങി ഞങ്ങൾ നിൽക്കുമ്പോൾ ദൈവദാസി കടന്നു വന്നിട്ട് ചോദിച്ചു, ഞാൻ നിരാശനായിട്ട് നിൽക്കുന്നത് കണ്ടിട്ട് ചോദിച്ചു, എന്താണ് ബ്രദറെ നിരാശനായി നിൽക്കുന്നത്? എന്തിനാണ് മോഹനായി നിൽക്കുന്നത്? സന്തോഷിക്കാൻ വകയുണ്ട്. കാരണം അന്ന് പ്രയർ കഴിഞ്ഞ 3 ദിവസം ഒരു ദിവസം കേട്ടില്ല. അപ്പോൾ വേഗത്തിൽ സഹോദരി പറയുവാണ്, ബ്രദറെ, വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും, നിങ്ങൾക്കൊരു പെൺകുഞ്ഞ് ലഭിക്കും. കേൾക്കുന്ന ദൈവജനമേ, ദൂത് കേട്ട് 2 വർഷക്കാലം വീണ്ടും മുന്നോട്ട് പോയി. ഈ ആത്മാവ് പലപ്പോഴും ഞാൻ ജഡത്തിൽ ബലഹീനനായി പലപ്പോഴും. കാരണം നിരാശ, പരാജയ ഭീതി എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യങ്ങളാണ് അതൊക്കെ. അപ്പോഴൊക്കെ എന്റെ വൈഫ് ഷേർലി എപ്പോഴും എന്നെ ആത്മാവ് ബലപ്പെടുത്താൻ തുടങ്ങി. ഇല്ല ചാച്ച, സംഭവിക്കും, ഇത് അത്ഭുതമായി മാറും, നമുക്കൊരു തലമുറ ജനിക്കും, അത് പെൺകുഞ്ഞ് തന്നെ ആയിരിക്കും. ഞങ്ങളത് പ്രൊഫറ്റിക്കൽ ആക്ഷൻ ആയിട്ട് അത് ചെയ്യാൻ തുടങ്ങി.
കരങ്ങൾ കോർത്തിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞങ്ങൾ എപ്പോൾ കണ്ടാലും ആത്മാവിൽ അത് പരിവർത്തിച്ച് ഒരു 2 വർഷമായപ്പോൾ 3-ാമത്തെ വർഷം ജനുവരി 1st വീക്കിൽ ഞങ്ങൾ അറിയുന്നത് ഗുഡ് ന്യൂസ് ആണ്. എന്നുള്ള സത്യമാണ്. ഹല്ലേലൂയ. വിശ്വാസത്തിൽ ശോഷിച്ചു പോകാൻ തുടങ്ങിയപ്പോഴൊക്കെ ഈ ആത്മാവ് ഞങ്ങളെ ബലപ്പെടുത്തി. പ്രൈസ് ലോർഡ്. ഞങ്ങൾ ബലഹീനരായപ്പോഴൊക്കെ ഈ ആത്മാവിൽ ഞങ്ങളെ കൂടുതൽ ബലപ്പെടുത്തി. പ്രാർത്ഥന മടുത്തു പോകാതെ ആത്മാവിൽ, സത്യത്തിന്റെ ആത്മാവിൽ ഞങ്ങൾ ഒരുമിച്ച് ഒരുമനപ്പെട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ ഒരു തലമുറ ഞങ്ങൾക്ക് ലഭിച്ചു. പ്രൈസ് ലോർഡ്. 5-ാമത്തെ വർഷം വീണ്ടും 2 വർഷം കഴിഞ്ഞപ്പോൾ ഒരു ദേവദാസൻ പറഞ്ഞു, ഒന്നല്ല ചായ, ഒരു ശമൂവേൽ ബാലനെ കൂടെ ദൈവം നിങ്ങൾക്ക് നൽകാൻ പോകുന്നു. വിശ്വാസത്താൽ. ബിറ്റുവിനോട് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞാൽ അവന് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. വിശ്വാസത്താൽ വീണ്ടും 2 വർഷം കഴിഞ്ഞപ്പോൾ ഒരു ആൺതലമുറയെ കൂടി ദൈവം തന്നു മാനിച്ചു. വേഗത്തിൽ ഞാൻ പറയട്ടെ, പെൺതലമുറയെ കുറിച്ച് വാക്തത്വം കേട്ട ഞങ്ങൾ ഒരു ആൺതലമുറയുടെ കാര്യത്തെ കുറിച്ച് ചിന്തിച്ചതേ ഇല്ല. പെൺതലമുറയ്ക്ക് വേണ്ടി ഞങ്ങൾ എല്ലാം കരുതി. പ്രൈസ് ലോർഡ്. കാരിങ് ആയ സമയം മുതൽ ഞങ്ങൾ ആ കുഞ്ഞിന് വേണ്ടുന്ന ഡ്രസ്സുകളെല്ലാം വാങ്ങിവെച്ചു. അവൾക്കുള്ള പേര് ദൈവം തന്നു. നാട്ടിലേക്ക് അയക്കുമ്പോൾ ആ ഡ്രസ്സുകളോടൊപ്പം ഞാൻ അയച്ചു. നാട്ടുകാർ, വിശ്വസിക്കാത്തവർ അല്ലെങ്കിൽ വിശ്വാസത്തിൽ ഇല്ലാത്തവർ പലരും ചോദിച്ചു, ഇതെന്താണ് കഥ? ഞങ്ങളുടെ വിശ്വാസം, ഞങ്ങളത് പ്രൊഫറ്റിക്കൽ ആക്ഷൻ ആയിട്ട് ഞങ്ങളത് ചെയ്തപ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവജനമേ, നിങ്ങളോട് കേട്ട ആത്മീയ ദൂത്, വാഗ്ദത്തം, നിങ്ങളത് പ്രൊഫറ്റിക്കൽ ആക്ഷൻ ആയിട്ട്, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ സാധ്യതയുമാണെന്ന് ഈ രാത്രിയിൽ നിങ്ങൾ വിശ്വസിച്ചും കൊണ്ട് അവൻ നിങ്ങളുടെ ജീവിതത്തിൽ കാലപ്പഴക്കങ്ങളുള്ള വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് ഞാൻ പറയാം, നീ വിശ്വസിച്ചാൽ അവൻ മഹത്വം, ദൈവത്തിന്റെ മഹത്വം നിങ്ങൾ കാണുക തന്നെ ചെയ്യും. ഈ ആത്മാവിൽ നീ പ്രാർത്ഥിക്ക, ഈ സത്യത്തിന്റെ ആത്മാവിൽ നീ ജയിക്കേ. ഹല്ലേലൂയ, സ്തോത്രം. ജയത്തിന്റെ കൊടി നമ്മുടെ കയ്യിലാണ് തരുന്നത് ദൈവം. കാരണം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് നമ്മുടെ നല്ല ദൈവമാണ്. ഹല്ലേലൂയ. ഇന്നും കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലത്തുഭാഗത്ത് പോയി ഇരിക്കുന്നത് വെറുതെ അല്ല. നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്ത് നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് അവൻ കാര്യസാധ്യത കണ്ടെത്തി തരുന്നത് വരെ ഈ കർത്താവിന് സ്വസ്ഥതയില്ല. കാരണം നമുക്കായി കരുതി വെച്ചിട്ടുള്ളതെല്ലാം ദൈവം നമുക്ക് തന്നേ മതിയാകൂ. അതിനുവേണ്ടി നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നത് ആരാണ്? കർത്താവായ യേശു ക്രിസ്തുവാണ്. എന്നാൽ എന്നോട് പരിശുദ്ധാത്മാ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്നാൽ നമ്മുടെ നന്മയ്ക്കെതിരായി, നമ്മുടെ ഓഹരിക്കെതിരായി, നമ്മുടെ വാഗ്ദത്തത്തിനെതിരായി വെല്ലുവിളിക്കുന്ന ചില മേഖലകൾ ഈ രാത്രിയിൽ പൊട്ടണം. എങ്ങനെ? ഹല്ലേലൂയ, സ്തോത്രം. അതിനെ തിരിച്ചറിയണം. കാരണം പിശാച് പോയി ഇന്ന് വാദിക്കുകയാണ്. ഒരു ഉദാഹരണം ഞാൻ വചനത്തിൽ കൂടി തന്നെ പറയാം. ഇയ്യോബിന്റെ ജീവിതത്തെ നിങ്ങളൊന്ന് നോക്കിയേ. ഇയ്യോബിന്റെ ജീവിതത്തിനെതിരെ വാദിച്ച പിശാചിനെ ഒന്ന് നിങ്ങൾ നോക്കിയേ. ഇതുപോലെ എനിക്കും നിങ്ങൾക്കും നമ്മുടെ വാഗ്ദത്തങ്ങൾക്കെതിരായിട്ട്, നമ്മുടെ നന്മകൾക്കെതിരായിട്ട് വാദിക്കുന്ന ചില മേഖലകളുണ്ട്. നമ്മളായിട്ട് എഴുതി കൊടുത്ത ചില ചീട്ടുകളുണ്ട് പിശാചിന്റെ കയ്യിൽ. ഞാൻ നോക്കിയതിലുണ്ടായ പാപം, ഞാൻ കണ്ടതിലുണ്ടായ പാപം, ഞാൻ പ്രവർത്തിച്ചതിലുണ്ടായ പാപം, ഞാൻ സംസാരിച്ചതിലുണ്ടായ പാപം, ഇതെല്ലാം ആമേൻ പിശാച് വെച്ചിട്ടാണ് ദൈവത്തിന്റെ സന്നിധിയിൽ പോയി നിന്ന് വാദിക്കുന്നത്. ഇവൻ ഇത് കൊടുക്കരുത്, ഇവൻ കോപിഷ്ഠനാണ്, ഇവന്റെ വാക്കുകൾ ശരിയല്ല, ഇവൻ മോഷ്ടിക്കുന്നവനാണ്. നമ്മളിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും എഴുതി വെച്ചിട്ട് ദൈവത്തിന്റെ നാമം മഹത്വപ്പെടാതിരിക്കേണ്ടതിനും നമ്മളിൽ അനുഗ്രഹം വരാതിരിക്കേണ്ടതിനും ഈ പിശാച് നിന്ന് വാദിക്കുന്നു. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവിൽ ഞാൻ ദൈവജനത്തോട് പറയുന്നു, നമ്മുടെ ആത്മാവിൽ തിരിച്ചറിയണം എവിടെയാണ് പ്രശ്നം. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഉള്ളിൽ വസിക്കേണ്ടത് ആത്മാവ് ഇല്ലാതെ പോകുന്നതിന്റെ കാരണം ഞാനും നിങ്ങളോ കണ്ടെത്തുന്നേ. ലോകത്തിൻ്റെതായ വഴികൾ ഉള്ളപ്പോൾ ക്രിസ്തുവിലായ എനിക്കും നിങ്ങൾക്കും സത്യത്തിന്റെ ആത്മാവുണ്ട്. അത് ഉപദേശിക്കുവാൻ, ഓർമ്മപ്പെടുത്തി തരുവാൻ. ഞാൻ ചെയ്യുന്ന ചെറിയ ചെറിയ പാപങ്ങൾ പോലും പാപത്തിൽ വലുതല്ല ദൈവത്തിന്റെ സന്നിധിയിൽ. ഈ പിശാച് വാദിക്കുമ്പോൾ ദൈവം നോക്കി കാണുന്നു. പിശാച് എന്നിട്ട് വായിക്കുകയാണ്, ജോൺ
ഇന്ന ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും അവൻ വിശ്വസ്തത കാണിക്കുന്നില്ല. ഒത്തിരി വലിയ കാര്യങ്ങളിൽ അവൻ വിടുതലായെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും ഇല്ല. അവൻ 0.1, 2, 3, 4 പറഞ്ഞ് ദൈവത്തോട് വാദിക്കുകയാണ്. പിന്നെ എങ്ങനെ നീ ഇവൻ അനുഗ്രഹം കൊടുക്കും? പിന്നെ എങ്ങനെ ഇവനൊരു വിടുതൽ കൊടുക്കും? ദൈവം നോക്കും. ജോണിന് ആ പാപം ഉണ്ടെന്ന് കണ്ടാൽ ദൈവത്തിന്റെ നാമം അവിടെ പാകപ്പെടുന്നില്ല. ദൈവത്തിന് അവിടെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. കാരണം പിശാച് അവിടെ ജയിച്ചു നിൽക്കുകയാണ്. ആ നോക്കുന്ന സമയത്തില്ല, അവൻ ശുദ്ധനാണ്. അവൻ എന്നോട് ആ കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് ക്ഷമ ചോദിച്ച് അവൻ പാപമോചിതനായവനാണ്. അവൻ ഇപ്പോൾ ആ പാപത്തിൽ ഇല്ല എന്ന് കണ്ടാൽ അവൻ പിശാചിന് മുമ്പിൽ ദൈവത്തിന് നാമം മഹത്വപ്പെടും. അങ്ങനെ ആയിരിക്കണം. ജീവിതത്തിൽ കുറവുകൾ, പിഴവുകൾ, അവൻ തെറ്റുകൾ, കുറ്റങ്ങൾ വരുത്തില്ലെന്നല്ലതിനർത്ഥം. നിങ്ങളുടെ ജീവിതത്തിൽ, എന്റെ ജീവിതത്തിൽ അങ്ങനെയുള്ള ചെറിയ ചെറിയ പിഴവുകൾ പോലും ഓർമ്മപ്പെടുത്തുന്ന പരിശുദ്ധാത്മ ഓർമ്മപ്പെടുത്തുന്ന സെക്കൻഡിൽ തന്നെ ദൈവത്തിന്റെ സന്നിധിയിൽ ആപ്ലിക്കേഷൻ എടുത്തിരിക്കണം. ആ മെമ്മോ അവിടെ എത്തിയിരിക്കണം. കർത്താവേ, ഞാൻ പാപം ചെയ്തു, ഞാൻ നോക്കിയതിൽ, ഞാൻ കണ്ടതിൽ, ഞാൻ സംസാരിച്ചതിൽ ഞാൻ പോക്ക് പറഞ്ഞു പോയി, ഞാൻ തെറ്റ് പറഞ്ഞു പോയി. അവർക്ക് ആത്മീയ വർധനം എത്തുന്നതിന് പകരം അവർക്ക് ആത്മീയ ബലഹീനത ഉണ്ടാക്കുന്നത് എന്റെ വാക്കിൽ വന്നുപോയി, ഞാൻ നോക്കിയതിൽ വന്നുപോയി. ഹല്ലേലൂയ. ഏത് ദൈവത്തോട് ക്ഷമ ചോദിച്ചോണം ആ സെക്കൻഡിൽ തന്നെ. വീണ്ടും ഇനി ആ പാപം ഞാൻ ചെയ്യുകയില്ല എന്നുള്ളൊരു ഉറപ്പ്, ആ ധൈര്യം നമുക്ക് നമ്മുടെ ദൈവത്തിന്റെ സന്നിധിയിൽ കൊടുത്തേ മതിയാകൂ ദൈവജനമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദൈവത്തിന് ഇന്നും പ്രവർത്തിക്കാൻ കഴിയും. ഈ ആത്മാവിന് ഇന്നും പ്രവർത്തിക്കാൻ കഴിയും. ഈ ആത്മാവിന് ഇന്നും നമ്മളെ വിടുവിക്കാൻ കഴിയും. മാരകമാകുന്ന രോഗങ്ങളിൽ നിന്ന്, അവൻ അനർത്ഥമായി വരാവുന്ന അപകടങ്ങളിൽ നിന്ന് ദൈവം മുൻകൂട്ടി പറഞ്ഞ് കാണിച്ചു തരും. ഹല്ലേലൂയ. 2008 മുതൽ 2007 അവസാനം മുതൽ 2015 അവസാന നാളുകളിൽ 2016 ഏതാണ്ട് തുടക്ക മാസങ്ങൾ വരെ ഞാൻ അനുഭവിച്ച മരണകരമാകുന്ന ഒരു രോഗത്തിൽ നിന്ന് ദൈവം എന്നെ വിടുവിച്ചു. റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്ന ഒരു മാരകമായ, നമ്മുടെ മലയാളം ഭാഷയിൽ പറഞ്ഞാൽ ആമരോഗം എന്ന് പറയുന്ന ഒരു രോഗത്താൽ ഞാൻ ഭാരപ്പെട്ട വ്യക്തിയാണ്. എന്റെ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളും, ഓർഗൻസുകളും ഡെഡായി തുടങ്ങിയ ഒരു കാലഘട്ടം 2015. 2007 മുതൽ ഞാൻ രോഗാവസ്ഥയിൽ ജീവിച്ചു തുടങ്ങി. ഇതിനകത്ത് എന്റെ അറിവിൽ അന്ന് വർഷങ്ങളോളം എന്നെ ഒരു ഡോക്ടർ തന്നെയാണ് ട്രീറ്റ് ചെയ്തത് ഈ ബഹ്റിൻ പട്ടണത്തിൽ. ആ ഡോക്ടർ പറഞ്ഞത് 700 ചില്ലുവാനം, 700 വേർഷൻസ് ഇതിനകത്തുണ്ട്. അതിൽ ഏറ്റവും മാരകമായിട്ടുള്ള ഒരു വേർഷനാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. ഇത് നീ പെർമനന്റ് ആയിട്ട് ടാബ്ലറ്റ് കഴിച്ചില്ലെങ്കിൽ നിനക്ക് രോഗത്തിൽ നിന്ന് സൗഖ്യം വരത്തില്ലെന്ന് പറഞ്ഞു. വാക്കിൽ ദൈവത്തിന്റെ കൃപയാൽ ഒറ്റ മെഡിസിനും എനിക്ക് എടുക്കാൻ കഴിഞ്ഞില്ല. കാരണം ഏത് മെഡിസിൻ എടുത്താലും എനിക്ക് വീണ്ടും വേറെ പല രോഗങ്ങൾ വരുന്നത് കൊണ്ട് എനിക്ക് എഴുതിയ മെഡിസിനുകൾ ഞാൻ എന്നെ കൊണ്ട് തലമാരിയിൽ കൂട്ടും. കാരണം ഒരു ഗുളികയും എനിക്ക് കഴിക്കാൻ കഴിയത്തില്ല, ഒരു ഇഞ്ചക്ഷനും എടുക്കാൻ കഴിയത്തില്ല. 3 ദിവസം കൂടുമ്പോൾ ഒരു ഹൈ ഡോസ് പെയിൻ കില്ലർ ടാബ്ലറ്റ് ഞാൻ കഴിക്കും. അതും കണ്ടിന്യൂസ് എടുത്താൽ എനിക്ക് രോഗങ്ങൾ വരും, ശരീരത്തിൽ മുഴകൾ വരും. കാരണം രോഗത്തിന്റെ വിടുതലിന് കാരണമാകുന്ന ഒരൊറ്റ മെഡിസിനും എടുക്കാത്തത് കാരണം എന്റെ പല ഓർഗൻസുകളെയും ഈ ആമവാദം പിടിവിട്ടു. ഹല്ലേലൂയ. 2007 ഇത് ഈ രോഗമാണെന്ന് തെളിയിച്ച ഒരു ഡോക്ടർ ഇന്നും, എന്റെ സാക്ഷ്യം പറയുന്ന ഒരു മുസ്ലിം ഡോക്ടർ ഇന്നും ഈ ബഹ്റിൻ പട്ടണത്തിലുണ്ട്. ഹല്ലേലൂയ. അൽ ഹിലാൽ ഹോസ്പിറ്റൽ ജയിൽ എന്ന് പറയുന്ന മുസ്ലിം സമുദായത്തിലുള്ള ഒരു ഡോക്ടർ ഇന്നുമുണ്ട്. എന്റെ സാക്ഷ്യം ആ ഡോക്ടർ തന്നെ പുതിയ കടന്നു വരുന്ന രോഗികളോട് പറയാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു വേഗത്തിൽ പറയാം. പ്രൈസ് ദി ലോർഡ്. ആ രോഗത്താൽ ഭാരപ്പെട്ടിരിക്കുമ്പോൾ എന്റെ ഈ ശരീരത്തിലുള്ള ഇപ്പോൾ ഈ കാണുന്ന കൈകളൊന്നും അല്ലായിരുന്നു. ഈ ഇടത്തെ കൈ പൊങ്ങത്തില്ലായിരുന്നു. എനിക്ക് എന്റെ വലം കൈ എടുത്ത് എവിടെയെങ്കിലും വെച്ചാൽ മാത്രം ഇരിക്കുമായിരുന്നു. ഈ വിരലുകളൊക്കെ നമ്മുടെ നാട്ടിലെ മലകൾ പോലെ ഇങ്ങനെ കൂർന്ന്, ഇതിലും വലിയ കൂർമ്മയുള്ള ഇതായിട്ട് കൈകൾ ഇങ്ങനെയാണ് ഇരുന്നിരുന്നത്. നുവരത്തില്ലായിരുന്നു, മടക്കത്തും ഇല്ലായിരുന്നു, ഇങ്ങനെയാണ് ഇരുന്നിരുന്നത്. ഇതിൽ അമിതമായ വേദന ഞാൻ സഹിക്കേണ്ടി വന്നു. എന്റെ ശബ്ദമില്ലാതായി, എന്റെ കാഴ്ച കുറഞ്ഞു, ശ്വാസം മുട്ടലുകളായി, എന്റെ ലങ്സിനെ ബാധിച്ചു, എന്റെ കിഡ്നിക്ക് പ്രയാസങ്ങൾ തുടങ്ങി, എന്റെ ലിവറിനെ അത് ബാധിച്ചു.
ഒരു 2 സെക്കൻഡ് അല്ലെങ്കിൽ 3 സെക്കൻഡിൽ കൂടുതൽ സംസാരിക്കത്തില്ലായിരുന്നു ഞാൻ. എന്റെ മുട്ടുകാലൊക്കെ ഭയങ്കരമായ അതിവേദന, ശരീരം മുഴുവനും വളയാൻ തുടങ്ങി. കുറിച്ച് അറിയാൻ പലരും കാണും. എന്നാൽ തുടർമാനം എന്റെ ജീവിതത്തിൽ ആ സമയങ്ങളിലൊക്കെ വേദന ഇല്ലാതിരുന്ന ഒരു സമയമുണ്ട്, സത്യത്തിന്റെ ആത്മാവിൽ ആരാധിക്കുന്ന സമയം. എല്ലാ ആഴ്ചകളിലും ആ ഒരു ദിവസത്തിന്റെ മണിക്കൂറിന് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്റെ കുഞ്ഞിനെ ഞാൻ എടുക്കുന്നത് ആ ആരാധനയുടെ മധ്യത്തിൽ മാത്രമായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ജനിച്ച കുഞ്ഞിനെ ഒന്ന് എടുക്കാൻ പോലും കഴിയാത്തൊരവസ്ഥ എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ആ കുഞ്ഞ് എന്റെ ശരീരത്തിൽ വന്ന് തൊടാൻ പോലും അനുവദിക്കാൻ പറ്റാതെ വണ്ണമുള്ള വേദനയുള്ള ശരീരമായിരുന്നു എന്റേത്. എനിക്കൊരാൾക്ക് ക്ഷയിക്കാൻ കൊടുക്കാൻ കഴിയത്തില്ല. 2015 അവസാന ഘട്ടമായപ്പോൾ എന്നെ ഇവിടെ നോക്കിക്കൊണ്ടിരുന്ന അറബി ഡോക്ടർ ഒരു കമന്റ് എഴുതി, ഈ രോഗിക്ക് ഇനി ട്രീറ്റ്മെന്റ് എന്റെ അണ്ടറിൽ ഇല്ല, ഈ ഫയൽ ഞാൻ ക്ലോസ് ചെയ്യുന്നു എന്ന് എന്റെ മുമ്പിൽ വെച്ച് പറഞ്ഞുകൊണ്ട് തന്നെ ആ ഡോക്ടർ എഴുതി ആ ഫയലിനെ ക്ലോസ് ചെയ്തു. എന്നിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യം, ജോൺ, എനിക്ക് മിറക്കിൾ ചെയ്യാൻ അറിയില്ല, എനിക്ക് മെഡിസിൻ സജസ്റ്റ് ചെയ്യാനേ പറ്റൂ. ഞാൻ മെഡിസിൻ ഈ ലോകത്തിൽ ലഭിക്കാവുന്നതിലെ ഏറ്റവും വലിയ ബെസ്റ്റ് മെഡിസിൻ നിനക്ക് വേണ്ടി സജസ്റ്റ് ചെയ്തു, ഞാൻ നിനക്ക് വേണ്ടി ഇഷ്യൂ ചെയ്തു. ഒരൊറ്റ മെഡിസിൻ പോലും നിനക്ക് കഴിക്കാൻ കഴിയുന്നില്ല. ഞാൻ ഹെൽപ്ലെസ് ആണ്, നിന്റെ ഫയൽ ഞാൻ ക്ലോസ് ചെയ്യാണ്, ഇന്ന് ലാസ്റ്റ് മീറ്റിംഗ് ആണ്, ഇനി നമ്മൾ തമ്മിൽ മീറ്റ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഈ ഡോക്ടർ എന്നോട് ഒരു വാക്ക് പറഞ്ഞു, നിനക്ക് വേണമെങ്കിൽ അതെനിക്ക് സജസ്റ്റ് ചെയ്തതിന് ഒത്തിരി പ്രോട്ടോകോൾ ഉണ്ട്, പക്ഷേ നീ അത് പേ ചെയ്യാൻ തയ്യാറാണെങ്കിൽ, നിന്റെ ഇൻഷുറൻസ് അത് ഒരിക്കലും പെർമിറ്റ് ചെയ്യത്തില്ല, നീ അതിന്റെ ആ മെഡിസിന്റെ കോസ്റ്റ് പേ ചെയ്യാൻ റെഡി ആണെങ്കിൽ ഞാൻ നിനക്കൊരു മെഡിസിൻ കൂടി സജസ്റ്റ് ചെയ്യാമെന്ന്. ഞാൻ പറഞ്ഞു, ഡോക്ടർ എന്താണ് മെഡിസിൻ? എന്നോട് പറഞ്ഞു, ഒരു മെഡിസിൻ അമേരിക്കയിൽ നിന്ന് കൊണ്ടുവരണം, അതിന് ഇവിടുത്തെ 850 BD, 1,70,000 രൂപ, ഇപ്പോഴത്തെ കോസ്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ 1,70,000, നിയർ ബൈ 70,000 രൂപ വില വരുന്ന ഒരു ഇഞ്ചക്ഷൻ. അത് 3 വട്ടമായിട്ട് എടുക്കണം, 3 ഇഞ്ചക്ഷൻ എടുക്കണം, 3 വർഷത്തിൽ എടുക്കണം. ഒരു ഇഞ്ചക്ഷൻ 2 എവറി 6 മന്തിൽ ഒരു ഇഞ്ചക്ഷൻ എടുക്കണം. അങ്ങനെ 6 ഇഞ്ചക്ഷൻ 3 വർഷമായിട്ട് എടുക്കണം. നിനക്ക് ഈ രോഗത്തിൽ നിന്ന് ഹീലിംഗ് കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഡോക്ടർ ഒരു കാര്യം ചെയ്യും, അതിന്റെ റിക്വയർമെന്റ്സ് ഇൻഷുറൻസിന് വിടാൻ പറഞ്ഞു. ഫസ്റ്റ് അത് റിജക്റ്റ് ആയി. കാരണം ബിക്കോസ് ഓഫ് കോസ്റ്റ് അല്ല, എന്റെ നല്ല ഹൈ ലെവലുള്ള അന്നത്തെ ഇൻഷുറൻസ് അതേപോലുള്ള സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇൻഷുറൻസ് ആയിരുന്നു. ബിക്കോസ് ഓഫ് ഈ മെഡിസിൻ ഡ്രഗ്സ് റിലേറ്റഡ് ആണ്, അത് സൈലന്റ് കില്ലർ ആണ്, അതുകൊണ്ട് ഈ മെഡിസിൻ അങ്ങനെ ആർക്കും ഓതറൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് കൊടുത്താൽ പോലും അത് റെക്കമെൻഡ് ഗവൺമെന്റിൽ പോകണം, അതിന്റെ സ്പെഷ്യൽ അപ്രൂവൽ എടുക്കണം, ഒത്തിരി പ്രൊസീജിയർ ഉള്ളത് കൊണ്ട് ഇൻഷുറൻസ് അത് റിജക്ട് ചെയ്തു. എന്നാൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എന്റെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്സിലെ ഒരു മാനേജറിന്റെ ഫ്രണ്ട് ആയിരുന്നു ഇൻഷുറൻസിൽ ഉണ്ടായിരുന്നത്. ആ ഡോക്ടറിനെ കൺവിൻസ് ചെയ്ത് അപ്രൂവ് ആയി. അപ്പോൾ ഈ ഡോക്ടർ എനിക്ക് എന്റെ ഇൻഷുറൻസ് അപ്രൂവ് ആക്കി തന്ന ഈ ഡോക്ടർ ഈ മാനേജറോട് പറയാനിടയായി, ജോണിനോട് പറയണം, എന്നെ എനിക്ക് അവന് ചെറിയൊരു ഇഞ്ചക്ഷൻ എടുക്കുന്നതിന് മുമ്പേ എന്നെ ഒന്ന് കൺസൾട്ട് ചെയ്യണമെന്ന് പറയണം. ഞാൻ അങ്ങനെ ഡോക്ടറെ വിളിച്ചു. ആ ഡോക്ടർ എന്നോട് പറഞ്ഞത്, ജോണ, ഈ മെഡിസിൻ നീ എടുത്താൽ ഇത് നിന്നെ കൊല്ലുന്ന മെഡിസിൻ ആണ്. 3ാമത്തെ ഇഞ്ചക്ഷൻ എടുത്തു കഴിയുമ്പോൾ നീ പാരലൈസ്ഡ് ആകും. 4ാമത്തെയും 5ാമത്തെയും 6ാമത്തേത് എടുക്കാൻ നീ ഒരിക്കലും ഈ ലോകത്തിൽ കാണത്തില്ല. 4ാമത്തെയും 5ാമത്തെയും എടുക്കാൻ നിന്നെ ഈ മെഡിസിൻ അനുവദിക്കത്തില്ല. അതാണ് ഈ മെഡിസിന്റെ പ്രോബ്ലം. അതുകൊണ്ട് ആലോചിച്ച് വേണമെന്ന് നീ തീരുമാനമെടുക്കാൻ എന്നോട് പറയാനിടയായി. ഞാൻ ഇമ്മീഡിയറ്റ് തന്നെ പറഞ്ഞു, ഡോക്ടർ പ്ലീസ് റിജക്ട് അപ്രൂവൽ എന്ന് പറഞ്ഞു. ആ അപ്രൂവൽ റിജക്റ്റഡ് ആക്കി. എന്നോട് മെഡിസിൻ സജസ്റ്റ് ചെയ്ത ഡോക്ടറോട് ചെന്നിട്ട് ഞാൻ പറഞ്ഞു, ഡോക്ടർ, ആ മെഡിസിൻ അപ്രൂവ് ആയിട്ടില്ല, എനിക്ക് അതുകൊണ്ട് താല്പര്യമില്ല, എന്റെ കയ്യിൽ അതിനുള്ള കോസ്റ്റ് തരാൻ, അത് ബെയർ ചെയ്യാനുള്ള കപ്പാസിറ്റി എനിക്കില്ല, അതുകൊണ്ട് ഞാനത് വേണ്ട എന്ന് വെക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇൻഷുറൻസിലെ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഈ മെഡിസിൻ എടുത്താൽ നീ മരിക്കും. ഈ ഡോക്ടറോട് ചെന്ന് ഞാൻ പറയുമ്പോൾ ഈ ഡോക്ടർ എന്നോട് പറഞ്ഞു, മെഡിസിൻ എടുത്തില്ലെങ്കിൽ നീ വരുന്ന 2 വർഷത്തിനുള്ളിൽ നീ മരിച്ചു പോകും. കാരണം
നിന്റെ ഓർഗൻസുകൾ അത്രത്തോളം വീക്കായി, നിന്റെ റിപ്പോർട്ട് ഇതാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞു. എന്റെ കയ്യിൽ ഇപ്പോഴും ആ റിപ്പോർട്ടുകൾ ഇരിപ്പുണ്ട്. അപ്പോൾ 2 ഡോക്ടേഴ്സ് എന്നോട് മരണം വിധിച്ചു. ഒരാൾ പറഞ്ഞു മെഡിസിൻ എടുത്താൽ മരിക്കും, രണ്ടാമത് പറഞ്ഞു മെഡിസിൻ എടുത്തില്ലെങ്കിൽ നീ 2 വർഷം കൂടെ ജീവിക്കത്തുള്ളൂ. എന്നോട് പറഞ്ഞിങ്ങനെയാണ്, നീ നിന്റെ ശവപ്പെട്ടി ഒരുക്കിക്കോളാനാ പറഞ്ഞു. ഒരിക്കലും എന്നോട്, എന്നിട്ട് ആ പുള്ളി പറയുകയും ചെയ്തു, ഒരിക്കലും ഒരു രോഗിയോട് ഒരു ഡോക്ടർ പറയാൻ പാടില്ലാത്തതാണെങ്കിലും നിന്റെ അവസ്ഥ അതായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് യു ഹാവ് ടു പ്രിപ്പയർ എന്ന് പറഞ്ഞു. നീ മരിക്കാൻ നീ പ്രിപ്പയർ ആകണം എന്നോട് ഈ ഡോക്ടർ പറയാനിടയായി. ഞാൻ ഈ ദൂതും കേട്ട്, ലോകത്തിന്റെ ശബ്ദവും കേട്ട് ഡിസംബറിൽ 15-ാം തീയതി ഞാൻ നാട്ടിലേക്ക് പോകുന്നു. 2016 ജനുവരി ഫസ്റ്റ് വീക്കിൽ ഞാൻ അധികം സ്നേഹിക്കുകയും ഞങ്ങളെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു ദൈവദാസൻ കടന്നു വന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ജനുവരി ഫസ്റ്റ് വീക്കിൽ നിങ്ങൾക്കുള്ള പുതിയ വർഷത്തെ ഗിഫ്റ്റായിട്ട് അച്ചായന്റെ ജീവിതത്തിൽ ദൈവം ഒരു അത്ഭുതം ചെയ്യാൻ പോകുന്നു എന്നൊരു ദൈവശബ്ദം എന്നോട് പറഞ്ഞു. അതിങ്ങനെയാണ് പറഞ്ഞത്, കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ എന്റെ രോഗത്തെക്കുറിച്ച് കൂടുതലായി അറിയാത്ത ഒരു വ്യക്തിയായിരുന്നു. എന്നോട് ഇങ്ങനെയാണ് പറഞ്ഞത്, കഴിഞ്ഞ നാളുകളിൽ അച്ഛൻ അനുഭവിക്കുന്ന രോഗാവസ്ഥകളിൽ നിന്ന്, മരണകരമായിരിക്കുന്ന രോഗാവസ്ഥയിൽ നിന്ന് ദൈവം ഈ വർഷം പൂർണ്ണമായിട്ടും ദൈവം അച്ഛനെ സൗഖ്യമാക്കുന്നു. വേഗത്തിൽ ഞാൻ പറയട്ടെ, ദൈവജനമേ, 2016 ഓഗസ്റ്റ് സെപ്റ്റംബർ ആയപ്പോൾ എന്റെ രോഗം പൂർണ്ണമായിട്ടും ഒരു പരടൂൾ പോലും എടുക്കാതെ എന്റെ ദൈവം പൂർണ്ണമായും സൗഖ്യമാക്കി. എന്റെ ഫസ്റ്റ് ഡേയിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത്, പൊങ്ങാതിരുന്ന എന്റെ ലെഫ്റ്റ് ഹാൻഡ് ഞാൻ പൊക്കി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ, സ്തോത്രം. എന്റെ കയ്യിലെ മലകൾ പോലെ ഇരുന്ന വിരലുകളെല്ലാം ഇന്നീ കാണുന്ന സ്ട്രെയിറ്റ് ലെവലിലേക്ക് വന്നു. ഈ രേഖകളെല്ലാം വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. എന്റെ കരത്തിൽ വാച്ച് കെട്ടാൻ ഞാൻ തുടങ്ങി. എന്റെ കുഞ്ഞുങ്ങളെ ഞാൻ വേഗത്തിൽ എടുക്കാൻ തുടങ്ങി. എന്റെ കുഞ്ഞുങ്ങൾ തന്നെ ഉമ്മ വെച്ച് കെട്ടിപ്പിടിച്ച് ഉമ്മ തരാൻ തുടങ്ങി. അതുവരെ ഞാൻ അനുഭവിക്കാത്ത സന്തോഷം എന്റെ ദൈവം എന്റെ ജീവിതത്തിൽ തന്നു. ബിക്കോസ് ഓഫ് ഈ ആത്മാവിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചത് കൊണ്ട്, ഈ സത്യത്തിന്റെ ആത്മാവിൽ ഞങ്ങൾ വിശ്വസിച്ചത് കൊണ്ട്, ഈ സത്യത്തിന്റെ ആത്മാവിനെ പ്രവർത്തിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ ഉറപ്പിച്ചത് കൊണ്ട്, കേട്ട സത്യവചനത്തിൽ ഞങ്ങൾ വിശ്വസിച്ചു. ദൈവികമാകുന്ന ഒരു വലിയ വിടുതൽ ദൈവം എന്റെ ജീവിതത്തിൽ തന്ന് ഇന്ന് 2014, അന്ന് പറഞ്ഞത് 2015 ഈ ദൂത് കേൾക്കുമ്പോൾ ലോകം പറഞ്ഞത് 2018 മേളിൽ ഞാൻ ജീവിക്കത്തില്ല എന്ന് പറഞ്ഞ ലോകത്തിന്റെ പ്രവചനത്തിൽ നിന്ന് 2016 കേട്ട സത്യത്തിന്റെ ആത്മാവിൽ കേട്ട പ്രവചന ദൂതൻ ഞങ്ങൾ വിശ്വസിച്ചത് കൊണ്ട് ലോകത്തിന്റെ പ്രവചനത്തെ ഞങ്ങൾ തള്ളിക്കളഞ്ഞു. സത്യത്തിന്റെ പ്രവചനത്തെ ഞങ്ങൾ ആത്മാവിൽ സ്വീകരിച്ച് സ്തോത്രം ആത്മാവിൽ നിറഞ്ഞവരായി ഞങ്ങൾ പ്രാർത്ഥിച്ച് തുള്ളിച്ചാടി ആരാധിച്ച് ഞങ്ങൾ നിൽക്കുമ്പോൾ അത്ഭുതം എന്ന് പറയുന്നത് പോലെ ഈ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാൻ ഞാൻ കൈയെടുത്തപ്പോൾ ഞാൻ കണ്ടു എന്റെ സൗഖ്യത്തിന്റെ പൂർണ്ണത, എന്റെ സൗഖ്യത്തിന്റെ, എന്റെ ആരോഗ്യത്തിന്റെ ബലം. ഞാൻ പുതിയ ഒരു ശക്തി എന്റെ മേൽ വരുന്നതും യഹോവയെ കാത്തിരിക്കുന്നവരുടെ മേൽ ഈ ശക്തി ഞാൻ പകരും. പുതിയൊരു ശക്തിയെ പകരും. കഴുകനെ പോലെ കുതിച്ചുയരുന്ന ആത്മശക്തിയാക്കി അവരെ ഞാൻ മാറ്റുമെന്നുള്ള ദൈവവചനം എന്നോട് ഇടപെടുകയും ഞാൻ സത്യത്തിന്റെ ആത്മാവിൽ എന്റെ യഹോവയെ തുള്ളിയും ചാടിയും ആരാധിക്കുവാനൊക്കെ വേണം. എന്റെ യഹോവയെ എന്റെ അതങ്ങൾ തുറന്ന് ശബ്ദമില്ലാതിരുന്ന എന്റെ അതങ്ങൾ തുറന്ന് മണിക്കൂറുകൾ ആരാധിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ. അതിനകത്ത് തുറന്നൊന്ന് സ്തുതിക്കാമോ? ഞാൻ സൗഖ്യമായി. ഡിസംബർ അവസാന നാളുകളിൽ പുതുവർഷത്തിൽ എന്റെ സാക്ഷ്യം പറയുവാനായിട്ട് ഞാൻ എന്റെ 2007 ഈ രോഗത്തെ ഡയഗ്നോസ് ചെയ്ത ഡോക്ടറുടെ അടുക്കൽ കടന്നു ചെന്നു. കാരണം അത്രയും വർഷക്കാലം ഞാൻ ഈ ഡോക്ടറുടെ വലിയ സഹായം എനിക്കുണ്ടായിരുന്നു. എന്റെ ഒരു സഹോദരനെ പോലെ, അല്ലെങ്കിൽ എന്നെ ഒരു മകനെ പോലെ കണ്ട് എന്നെ സ്നേഹിക്കുന്ന ഒരു ഡോക്ടറാണ് ആ ഡോക്ടർ. എന്നെ എടാ പോടാ എന്ന് സ്വാതന്ത്ര്യത്തോടെ വിളിക്കുന്ന ഒരു നല്ല സ്നേഹിതനായ ഒരു ഡോക്ടർ. എപ്പോൾ ചെന്നാലും ഒത്തിരി സഹായങ്ങൾ എനിക്ക് ചെയ്യും. ഫ്രീ ആയിട്ട് ഒത്തിരി മെഡിസിൻ തന്നു, ഇഞ്ചക്ഷനുകൾ തന്നു, എന്റെ പെയിൻ മാറ്റാൻ വേണ്ടി ഒത്തിരി പുള്ളി സഹായിച്ചത്. അനേക നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഈ ഡോക്ടറെ കാണുന്നത്. ഡോക്ടറെ കണ്ടിട്ട് ഞാൻ പറഞ്ഞു, ഡോക്ടർ എന്നെ കണ്ടപ്പോൾ തന്നെ പുതിയ പുള്ളി അതിശയിച്ചു. ജോൺ, ഇതെന്താണ് ഒരു പുതിയ രൂപം, പുതിയൊരു ഭാവം? നിന്റെ കൈകൾ പൊങ്ങുന്നു, നിന്റെ കരങ്ങളിലൊന്നും റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസിന്റെ സാധ്യതകളൊന്നും കാണുന്നില്ല. നീ എവിടെ പോയി, എവിടെയാണ് ട്രീറ്റ് ചെയ്തത്? ഞാൻ പറഞ്ഞു, എല്ലാം ഞാൻ പറയാം. ആദ്യം എന്നെ ടെസ്റ്റ് ചെയ്യണം, ഫുൾ ടെസ്റ്റ് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞു.
റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസിന്റെ ടെസ്റ്റുകൾ ഫുള്ള് ചെയ്യണം. 3 days ആണ് അതിന്റെ റിസൾട്ട് വരാൻ വെയിറ്റ് ചെയ്യുന്നത്. എന്നോട് പറഞ്ഞ് 3 ദിവസം കഴിയുമ്പോൾ നിനക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ. ദുബൈയിൽ പോയിട്ട് വേണം. അന്നത്തെ സമയത്ത് ദുബൈയിലാണ് ഇത് അയച്ചിട്ട്, എന്റെ ബ്ലഡ് അയച്ചിട്ട് ഇതിന്റെ സ്പെഷ്യൽ ടെസ്റ്റുകൾ ചെയ്തിട്ടാണ് വരുന്നത്. ഞാൻ പറഞ്ഞ അറ്റ് എനി കോസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഡോക്ടർ അതെല്ലാം എഴുതി എല്ലാ ടെസ്റ്റുകളും കഴിഞ്ഞ് ഞാൻ 3-ാമത്തെ ദിവസം റിസൾട്ട് മേടിക്കാൻ വീണ്ടും ഡോക്ടറെ കാണാൻ കടന്നു ചെന്നപ്പോൾ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്തതിന്റെ റിസൾട്ട് കണ്ട ഈ ഡോക്ടർ, ആ ഡോക്ടറുടെ ഭാഷയിൽ, മലയാളിയായ ഡോക്ടറാണ്, ഞാൻ പറഞ്ഞല്ലോ ഒരു മുസ്ലിം വിശ്വാസിയാണ്, അവരുടെ ഭാഷയിൽ പുള്ളി ഇരുന്ന കസാരയിൽ നിന്ന് അവൻ ഇടത്ത് സൈഡിലേക്ക് മൂവ് ചെയ്യുന്ന തരത്തിൽ പുള്ളി ഭയങ്കരമായിട്ട് വൈബറായി. പുള്ളി ആ റിസൾട്ട് കണ്ടിട്ട് അത്ഭുതം കൂറി ആ സന്തോഷത്തിൽ പുള്ളി തന്നെ പുള്ളിയുടെ ദൈവത്തെ വിളിച്ച് സ്തുതിക്കുന്നത് കാണുവാനിടയായി. തിരിച്ചു വന്നിരുന്നിട്ട് പറഞ്ഞു, ജോൺ പ്ലീസ് വേറൊന്നും വിചാരിക്കരുത്, ഞാൻ നിന്റെ ബ്ലഡ് റിസൾട്ട് കണ്ടിട്ട് ഞാൻ അതിശയിച്ചു പോയി. എന്റെ പൊന്നു സഹോദര, നിന്റെ ബ്ലഡിനകത്ത് ഇങ്ങനെ ഒരു രോഗം ഉണ്ടായിരുന്നതായിട്ട് പോലും ഒരു സംഭവം അതിനകത്ത് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് വലിയൊരു മിറക്കിളാണ് ജോൺ. എന്ത് സംഭവിച്ചതെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ അപ്പോൾ എന്റെ സാക്ഷ്യം പറഞ്ഞു. ദൈവദാസൻ എന്നോട് പറഞ്ഞു, ദൈവശബ്ദം ഞാൻ ഡോക്ടറോട് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു, നിന്റെ ദൈവം വിശ്വസ്തനായ ദൈവമാ, ഇത് ദൈവത്താലല്ലാതെ കഴിയത്തില്ല ജോണെ. എന്നോട് പറഞ്ഞൊരു വ്യക്തമായ ഒരു കാര്യം, നീ റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഒരു രോഗി ഒരു പനിയുടെ ബ്ലഡ് റിസൾട്ടിന് വേണ്ടി പോയാൽ പോലും അതിനകത്ത് അവശേഷിക്കുന്ന എല്ലാ കാലങ്ങളിലും മരിക്കുന്നത് വരെ അവശേഷിച്ച് കാണുന്ന ഒരു കണ്ടന്റ് ഉണ്ട്. ആ കണ്ടന്റ് പോലും ഒരംശം പോലും ഇതിനകത്ത് കാണിക്കുന്നില്ല. നിന്റെ ബ്ലഡിൽ ഇത്രത്തോളം പെർഫെക്റ്റ് ആയ ഒരു റിസൾട്ട് ഞാൻ വരെ കണ്ടിട്ടില്ല. റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസ് രോഗികളെ ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട്. എന്നെ ഈ കഴിഞ്ഞ കാല അന്ന് റിസൾട്ട് 35 വർഷം അത്രത്തോളം ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണ്. പുള്ളി പറയാണ്, എന്റെ എക്സ്പീരിയൻസിൽ, എന്റെ കരിയറിൽ ഇതുപോലൊരു ബ്ലഡ് റിസൾട്ട് ഞാൻ കണ്ടിട്ടില്ല ജോണെ. ഇത് വലിയ അത്ഭുതമാണ്. ഞാൻ ഈ ബ്ലഡ് റിസൾട്ടുമായിട്ട് മാസം വിധിച്ച ഡോക്ടറെ കാണാൻ പോയി. ഈ ഡോക്ടറും മുസ്ലിം വിശ്വാസിയാണ്, ഒരു അറബി ഡോക്ടറാണ്. വർഷങ്ങൾ കൊണ്ട് തന്നെ ഈ ഒരൊറ്റ ഡോക്ടറാണ് ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വലിയ ഫ്രണ്ടാണ്, നല്ല ക്ലോസ്. പുള്ളിക്കാരൻ എന്റെ ശരീരത്തിൽ എവിടെയൊക്കെ തൊട്ടാൽ ഞാൻ നിലനിൽക്കുന്ന ഈ ഡോക്ടർക്ക് വ്യക്തമായിട്ട് അറിയാം. കാരണം അതേപോലെ പുള്ളി എന്നെ അറിയാം, എന്റെ ശരീരത്തെ അറിയാം. ഈ വ്യക്തി എന്നെ കാണാൻ മനസ്സ് വെച്ചില്ല. കാരണം എന്നോട് പറഞ്ഞു, ആ നോണിന് ഞാൻ ട്രീറ്റ്മെന്റ് കൊടുക്കത്തില്ല, എനിക്ക് കാണണ്ട, കാരണം അവന്റെ മുമ്പിൽ ഞാൻ തോറ്റുപോയി എന്നാണ് എന്നോട് പറഞ്ഞത്. ആ നേഴ്സിനോട് പറഞ്ഞുകൊണ്ട് ഒരു മലയാളി നേഴ്സാണ്. അവന്റെ മുമ്പിൽ ഞാൻ തോറ്റുപോയി, കാരണം മെഡിസിൻ എടുക്കാൻ കഴിയുന്നില്ല, എനിക്ക് അവനെ കാണണ്ട. എല്ലാ പേഷ്യൻസും പുറത്തു പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ ചെന്നിട്ട് പ്ലീസ് ഡോണ്ട് കം ഇൻസൈഡ്, ഐ ഡോണ്ട് വാണ്ട് സീ യു. എനിക്ക് കാരണം എനിക്ക് നിനക്ക് തരാൻ ട്രീറ്റ്മെന്റ് പ്ലീസ്. ഞാൻ പറഞ്ഞു, അതിനല്ല ഞാൻ വന്നത്, ഞാൻ ട്രീറ്റ്മെന്റിന് വേണ്ടി അല്ല വന്നത്, എന്റെ സൗഖ്യത്തെ കാണിക്കാനാ വന്നതെന്ന്. ഞാൻ പുള്ളിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഓക്കെ, എന്നെ പുള്ളി അതിശയിച്ചു. കാരണം എന്റെ മുഖം നല്ലായിരുന്നു, നീർ കെട്ടി എപ്പോഴും മുഖം കണ്ണിൽ തള്ളി, അങ്ങനത്തെ അവസ്ഥ, ഒരു വികൃതമായ രൂപമായിട്ട് ആ ഡോക്ടർ അന്ന് കാണുമ്പോഴൊക്കെ ഡോക്ടർ ചെയ്യുന്ന സമയത്ത് എന്നോട് ചോദിച്ചൊരു കാര്യം, നീ ആയുർവേദ ട്രീറ്റ്മെന്റ് പോയോ എന്നാ ചോദിച്ചത്. പുള്ളിക്കറിയാം കേരളത്തിൽ അങ്ങനെയുള്ള ചില പ്രോസസ്സുകൾ ഉണ്ടെന്നുള്ളത്. ഞാൻ പറഞ്ഞു, എങ്ങും പോയില്ല. പിന്നെ എന്താ സംഭവിച്ചത്? ഞാൻ പറഞ്ഞു, പ്ലീസ് ഡോക്ടറിന്റെ റിസൾട്ട് കാണും. പുള്ളി മനസ്സ് വെച്ചില്ല ആദ്യം റിസൾട്ട്. ഞാൻ പറഞ്ഞു, എന്റെ ശരീരം സൗഖ്യമാക്കി, എന്റെ ദൈവം എന്നെ സൗഖ്യമാക്കിയെന്ന് പറഞ്ഞു. പുള്ളിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഏതാണ്ട് ഒരു 30 മിനിറ്റ്സോളം ഈ ഡോക്ടർ എന്നെ ടെസ്റ്റ് ചെയ്തു. ഡോക്ടർക്ക് അറിയാവുന്ന എല്ലാ മർമ്മങ്ങളിലും എല്ലാ വേദനയുടെ ഭാഗങ്ങളിലും പുള്ളി പിടിച്ചു നോക്കി, വേദനയില്ല എന്ന് കണ്ട് അങ്ങനെ പുള്ളി ഫെയിലായിട്ട് കസേരയിൽ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഇനി ഈ റിപ്പോർട്ട് നോക്കണമെന്ന് പറഞ്ഞു. റിപ്പോർട്ട് നോക്കി പുള്ളി അതിശയത്തോടെ എഴുന്നേറ്റു. ഞാൻ പറഞ്ഞു, വിശ്വസിക്കാൻ കഴിയുന്നില്ലയോ എന്ന് ചോദിച്ചു. നോ ജോൺ, ഞാനത് വിശ്വസിക്കുന്നു. നിന്റെ ബ്ലഡ് റിസൾട്ടിൽ ഇങ്ങനെ ഒരു രോഗം ഉണ്ടായിരുന്നതായിട്ട് പോലും കാണിക്കുന്നില്ല. ഇറ്റ്സ് മിറക്കിൾ. എഴുന്നേറ്റ് നിന്ന് ഡോക്ടർ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? എഴുന്നേറ്റ് നിന്നിട്ട് ഈ കൈ ഉയർത്തി സല്യൂട്ട് ചെയ്തുകൊണ്ട് എന്നോട് പറഞ്ഞു, ഞാൻ നിനക്ക് സൗഖ്യം തന്ന ദൈവത്തെ സല്യൂട്ട് ചെയ്യുന്നു. ഈ ദൈവം വലിയ ദൈവമാണെന്ന് അന്ന് ഈ ഡോക്ടർ എന്നോട് ടെസ്റ്റിമണി പറഞ്ഞു. എന്നെ കേൾക്കുന്ന ദൈവജനമേ, നീ തോൽവിയാണെന്ന് പറഞ്ഞെടുത്ത്, നീ ഒരു പരാജയമാണെന്ന് പറഞ്ഞെടുത്ത്,
നിന്നെ ഉയർത്തുവാനും നിന്നെ മാനിക്കുവാനും എന്നെ കേൾക്കുന്ന ദൈവജനത്തിന്റെ മധ്യത്തിൽ ദൈവത്തിനെ പ്രവർത്തിക്കാനും പദ്ധതി ഉണ്ടെന്ന് ദൈവാത്മാവ് എന്നോട് നിങ്ങളോട് ദൂത് പറയുന്നു. നീ രോഗിയായിരിക്കാം, നീ പരാജിതനായിരിക്കാം, നീ നിരാശയുടെ വക്കിലായിരിക്കാം, നീ ജീവനില്ലാതെ ഇരിക്കുന്ന ഒരു അനുഭവത്തിലായിരിക്കാം. എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് ഞാൻ പരിശുദ്ധാത്മാവിൽ എന്ന് പറയുക, നീ മരിച്ചു കിടക്കുന്ന അനുഭവത്തിൽ നിന്ന്, നിനക്ക് ജീവനില്ലാതിരിക്കുന്ന അനുഭവത്തിൽ നിന്ന്, നിന്നെ നിശ്ചലമാക്കിയ അനുഭവത്തിൽ നിന്ന്, നിന്നെ ഉയർത്താതിരിക്കുന്ന അനുഭവത്തിൽ ഈ രാത്രിയിൽ നിനക്ക് വിടുതൽ നൽകാൻ ദൈവത്തിന്റെ പദ്ധതി ഉണ്ടോ? നീ ഈ സത്യത്തിന്റെ ആത്മാവിനെ വസിക്കുവാൻ വഹിക്കുവാൻ അവൻ നിന്റെ ഹൃദയത്തെ ഒരുക്കി കൊടുത്ത് അവൻ നിന്നിലെ അശുദ്ധി എന്ന അനുഭവത്തെ മാറ്റിയിട്ട് ഒരു ശുദ്ധീകരണത്തിന് അവൻ ശ്രമിച്ച് അവൻ ആ ശുദ്ധീകരണം ഉണ്ടാക്കി ഈ ജീവൻ നൽകുവാൻ കഴിയുന്ന പുനരുദ്ധാക്കുവാൻ കഴിയുന്ന ജീവൻ നടത്തുവാൻ കഴിയുന്ന പുതിയൊരു ഉയർച്ചയിലേക്ക് നിന്നെ നയിക്കുവാൻ കഴിയുന്ന ആത്മാവിനെ സ്വീകരിക്കുക. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഈ രാത്രിയിൽ ഒരുങ്ങുക. അവൻ ഇത് സത്യാത്മാവാണ്, പ്രവർത്തിക്കുന്ന ആത്മാവാണ്, ഇത് വിടുതൽ നൽകുന്ന ആത്മാവാണ്. അവൻ ഇല്ലായ്മയുടെ നടുവിലാണ് ഞാൻ ഈ സത്യം പറഞ്ഞത്. ഒന്ന് ഞാൻ പറയാം, 2004 എന്റെ ശൂന്യതയുടെ നടുവിൽ, 2003 എന്റെ ശൂന്യതയുടെ നടുവിൽ എന്റെ വിവാഹ ജീവിതം ഞാൻ തുടങ്ങി. ഇന്ന് ദൈവം എന്നെ നിർത്തിയിരിക്കുന്ന തലങ്ങൾ വലുതാണ് പ്രിയ സഹോദര സഹോദരി. എന്റെ കഴിവോ എടുക്കോ എന്റെ സർട്ടിഫിക്കറ്റിന്റെ വലിപ്പമോ അല്ല എന്നെ ഉയർച്ചകളിൽ എത്തിച്ചത്, ഉന്നതങ്ങളിൽ എത്തിച്ചത്. സത്യത്തിന്റെ ആത്മാവ് എന്നോട് എന്ത് പ്രൊഫസി ചെയ്തുവോ ആ പ്രൊഫസിയിൽ ഞാൻ വിശ്വസിച്ചു. ആ പ്രൊഫസിയാണ് ഇന്ന് എന്റെ ജീവിതം. ആമേൻ സ്തോത്രം. ആ വാഗ്ദത്തങ്ങളാണ് ഇന്ന് എന്റെ ജീവിതം. ആ വാഗ്ദത്തങ്ങളാണ് ഇന്നെന്റെ തലമുറകൾ, ഇന്നെന്റെ ഭാവി, ഇന്നെന്റെ ഒരു ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ 2010 അവൻ വിളങ്ങുവാൻ ദൈവം എന്നെ സഹായിച്ചു. തികഞ്ഞവനാണെന്ന് എനിക്കറിയത്തില്ല, എന്നാൽ കഴിയുന്നത് അവൻ. ഞാൻ ജനത്തോട് പറയട്ടെ, ഞാൻ ബൈബിൾ കോളേജിൽ പഠിച്ചിട്ടില്ല, ഞാനൊരു ദൈവദാസന്റെ കൂടെ കീഴ്വേലക്കാരനായി നിന്നിട്ടില്ല. പക്ഷേ ഈ പുൽപ്പുറ്റിൽ ഞാൻ ഇരിക്കുന്നത്, ഞാൻ ഞങ്ങളുടെ ചർച്ചിന്റെ പുൽപ്പുറ്റിൽ ഇരുന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നത്. ഈ പുൽപ്പുറ്റിൽ ഞാൻ കയറി നിൽക്കുമ്പോൾ ഞാൻ അല്ലാതായി മാറും. ആ സത്യത്തിന്റെ ആത്മാവിന്റെ ജീവിതത്തിൽ വരും. സത്യത്തിന്റെ ആത്മാവ് ഏറ്റെടുത്തുന്നു. അതാണ് ഈ എന്റെ സഭയിൽ റിലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇവിടെ വിടുതൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അനേക ജാതികളെ ദൈവം ഞങ്ങളുടെ തന്നിട്ടുണ്ട്. അന്യദൈവങ്ങളെ ആചരിച്ചവർ, ആ അവസ്ഥയിൽ ഉണ്ടായിരുന്നവർ, ആരും ഞങ്ങളെ അന്വേഷിച്ചു വന്നതല്ല. പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് പേരുകൾ വെളിപ്പെടുത്തി തന്ന് ആ വ്യക്തികളെ അടുക്കിലേക്ക് ഞങ്ങളെ അയച്ച്, ആരെന്നോ എവിടെന്നോ അറിയാതിരിക്കെ അങ്ങനെയുള്ള പേരുകൾ വെളിപ്പെടുത്തി തന്ന്, അവരുടെ സാധ്യതകളെ വെളിപ്പെടുത്തി തന്ന്, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് അന്വേഷണം കടന്നു എന്ന് ഇവരിലേക്ക് എത്തുമ്പോൾ ആ സത്യത്തെ അറിഞ്ഞ് അവരെ വിളിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരെ ആമേൻ കിടക്കകളിൽ കടന്നിരുന്നവരെ ഉയർത്തി എഴുന്നേൽപ്പിക്കുവാനുള്ള ദൈവകൃപ തന്നു. ഹല്ലേലൂയ, സ്തോത്രം. നടക്കാൻ കഴിയാതിരുന്ന അനേകരെ നടത്തുവാൻ ദൈവം ശക്തീകരിച്ചു. ഹല്ലേലൂയ. പലവിധമായ രോഗങ്ങളിൽ ഭാരപ്പെട്ടിരുന്നവർ, തലമുറകളില്ലാതെ ഭാരപ്പെട്ടിരുന്ന അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം കൃപ ചെയ്തു. അവരുടെയൊക്കെ ജീവിതത്തിൽ ആ നന്മകളെ കാണുവാൻ, അവർക്കുള്ള ചില ഓഹരികളെ നേടിക്കൊടുക്കുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് കഴിഞ്ഞു. ഹല്ലേലൂയ. അനേക ബന്ധങ്ങളെ കൂട്ടിയുറപ്പിക്കുവാൻ, അനേക സൂയിസൈഡ് അറ്റംപ്റ്റുകളിൽ നിന്ന് ജനത്തെ വിടിവിക്കുവാൻ, ആമേൻ ഹല്ലേലൂയ, സ്തോത്രം, ചില അറ്റംപ്റ്റുകളെ വെളിപ്പെടുത്തി തരികയും അവരെ അതിൽ നിന്ന് പുറത്തോട്ട് കൊണ്ടുവരുവാൻ കഴിയുകയും ചെയ്ത ആമേൻ അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ആത്മാവ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സത്യസുവിശേഷത്തിന് വേണ്ടി നമ്മൾ വില കൊടുക്കുമ്പോൾ വില മതിക്കാൻ കഴിയാത്ത ഈ സത്യത്തിന്റെ ആത്മാവ്, ഈ പരിശുദ്ധമായ ആത്മാവ് നമ്മുടെ ജീവിതത്തിൽ വലിയവ നമ്മളെ കൊണ്ട് ചെയ്യിപ്പാൻ മതിയായവനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 1-2 കാര്യങ്ങൾ കൂടി ഈ സത്യത്തിന്റെ ആത്മാവിന്റെ ബെനിഫിറ്റ് കൂടി ഒത്തിരി കാര്യങ്ങൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങളോട് പറയാൻ. പക്ഷെ അതിനുള്ള സമയങ്ങളില്ലെന്ന് എനിക്കറിയാം. എങ്കിലും
ആമേൻ. ഒന്ന് രണ്ട് കാര്യങ്ങൾ റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിന്റെ 14 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾക്കകത്ത് പറഞ്ഞിരിക്കുന്ന ഹല്ലേലൂയ സ്തോത്രം 15, അതുപോലെ ഗലാത്യർ 4-ന്റെ 5, 7 വാക്യങ്ങൾ, 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾക്ക് അതുപോലെ ചില പോയിന്റുകൾ ആമേൻ നമുക്ക് ചില ഈ ആത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ചില റൈറ്റ്യസ്നെസ്സുകൾ അല്ലെങ്കിൽ അതോറിറ്റികൾ, നമുക്ക് കിട്ടുന്ന ചില ബെനിഫിറ്റുകളെ കുറിച്ച് പോയിന്റ് മാത്രം പറഞ്ഞ് വേഗത്തിൽ ഞാൻ നിർത്താൻ പോവുകയാണ്. ഹല്ലേലൂയ. തുടർന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 14-15 വാക്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾ ഇത് തുടർന്ന് വായിക്കണം. പ്രൈസ് ദി ലോർഡ്. അവിടെ എഴുതിയിരിക്കുന്നു, ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചിരിക്കുന്നത്. ഒന്ന്, ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ ഈ ആത്മാവ് നമ്മളെ സഹായിക്കുന്നു. ഹല്ലേലൂയ. ഈ ആത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ ഈ ലോകത്തിന്റെ മക്കളല്ല പിന്നെയോ നമ്മൾ ദൈവത്തിന്റെ മക്കള്, സ്വർഗത്തിന്റെ അവകാശികളാണ് നമ്മൾ. ഹല്ലേലൂയ. 2 പറയുകയാണ്, പുത്രത്വത്തിന്റെ ആത്മാവിനെ. ആമേൻ. പുത്രനെങ്കിലോ, ആമേൻ സ്തോത്രം, നിങ്ങൾ അവകാശികൾ എന്ന് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ പുത്രത്വത്തിന്റെ ഒരു അവകാശം, സ്വർഗീയമാകുന്ന പിതാവാം ദൈവത്തിന്റെ പുത്രനായി മാറുവാൻ, പുത്രിയായി മാറുവാനുള്ള അധികാരം, അവകാശം നമുക്ക് ലഭിക്കുന്നു ഈ സത്യത്തിന്റെ ആത്മാവിൽ കൂടി. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4 അതിന്റെ 5 മുതൽ 7 ഉള്ള വാക്യങ്ങൾ, അവൻ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. ആമേൻ. നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയം വെച്ചു. അങ്ങനെ ദാസനല്ല, പുത്രനത്രേ. പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയും ആകുന്നു. അവിടെ പറയാണ്, നമ്മളെ വിലയ്ക്ക് വാങ്ങിയ സത്യത്തിന്റെ ആത്മാവ്, നമ്മളെ വിലയ്ക്ക് വാങ്ങിയ. അപ്പൊ ഞാനും നിങ്ങളും ആരാ? നിങ്ങളോട് ചോദിച്ച്, എന്നെ വിലയ്ക്ക് വാങ്ങിയ സത്യത്തിന്റെ ആത്മാവ് ഒന്ന് പറയാമോ? എന്നെ വിലയ്ക്ക് വാങ്ങിയെന്ന്. അപ്പോൾ ഞാൻ ആരാണ്? എന്റെ വാല്യൂ എന്താണ്? ഹല്ലേലൂയ. ഈ കൃപ ദാനം അത്രയെന്ന് വചനം വ്യക്തമായി പറയുന്നു. ഇവിടെ പറയാണ് വിലയ്ക്ക് നമ്മളെ വാങ്ങിയെന്ന്. അപ്പോൾ എന്റെ വില എത്രമാ? ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ വിലയെ കൽപ്പിക്കാൻ കഴിയുമോ? കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി അനുഭവിച്ച കഷ്ടം ഓർത്താൽ എന്റെ വില എത്ര വലുതാണെന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വേറെ ആരെങ്കിലും നമുക്ക് വേണ്ടി ഇത്രത്തോളം വില കൊടുത്തിട്ടുണ്ടോ? നമ്മളെ വിലയ്ക്ക് വാങ്ങിയ സത്യത്തിന്റെ ആത്മാവ്. ഹല്ലേലൂയ. പിന്നെ അബ്ബാപിതാവേ സ്വപുത്രന്റെ ആത്മാവിനെയാണ്, ഈ വിലയേറിയ സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി ലോകത്തിലേക്ക്, ഈ നമ്മുടെ പാപഭാരം ചുമക്കാൻ, നമ്മുടെ ശാപങ്ങളെ വഹിക്കുവാൻ, നമ്മുടെ രോഗങ്ങളെ വഹിക്കുവാൻ തക്കവണ്ണം സ്വന്തം പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചപ്പോൾ അതേ ആത്മാവ്, ആ പുത്രനിൽ പകർന്നിരുന്ന അതേ ആത്മാവ് പുത്രൻ ചെയ്തതിലും അധികത്തിൽ സ്തോത്രം ഉപരി ചെയ്യുവാൻ തക്കവണ്ണം നമ്മുടെ മേൽ പകർന്ന സത്യത്തിന്റെ പരിശുദ്ധാത്മാവ് സ്തോത്രം ആണ് നമ്മുടെ മേൽ ദൈവം പകർന്നിരിക്കുന്നത്. നമ്മുടെ ഹൃദയങ്ങളിലേക്കാണ് അയച്ചത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിന്നെയോ ഇനി ദാസ്യത്തിന്റെ അനുഭവത്തിൽ നിന്ന് പുത്രന്റെ അവകാശിയുടെ സ്തോത്രം അനുഭവത്തിലേക്ക് നമ്മളെ പ്രൊമോട്ട് ചെയ്ത സത്യത്തിന്റെ ആത്മാവ്. പ്രൈസ് ദി ലോർഡ്. ഇറക്കുവാനുള്ളവരല്ല, കൊടുക്കുവാനുള്ളവരാണെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. എന്നോട് പരിശുദ്ധാത്മാവ് ഇങ്ങനെ തന്നെ പറയാൻ ദൂതായിട്ട്, നമ്മളിനി ഇറക്കുവാനുള്ളവരല്ല, കൊടുക്കുവാനുള്ളവരാണെന്ന്. കാരണം നമ്മുടെ പിതാവ് ആർക്കും കടക്കാരല്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പിതാവ് ആർക്കും കടക്കാരനല്ല. അവൻ വിലമതിക്കുവാൻ കഴിയാത്ത, അളക്കുവാൻ കഴിയാത്ത ഓഹരികൾ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന നമ്മുടെ പിതാവാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ആത്മാവിന്റെ വെളിപ്പാടിൽ മാത്രമാണ് ഞാൻ മുൻപോട്ട് ജീവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആത്മാവ് നൽകുന്ന ദർശനത്തിലാണ് ഞാൻ മുൻപോട്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് അദ്ദേഹം അവനെ മാനിച്ച് ഈ തലങ്ങൾ വരെ എന്നെ നിർത്തിയിരിക്കുന്നത്. ഇനി ഉയർത്തുമെന്നുള്ള ദൈവ വാഗ്ദത്തം കിടക്കുമ്പോൾ ആ വാഗ്ദത്തങ്ങൾ ഞങ്ങൾ വിശ്വസിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അവിടെ പറയുകയാണ്, ഇനി ദാസനല്ല പുത്രനത്രേ. അവിടെ വീണ്ടും പറയുകയാണ്, പുത്രനെങ്കിലോ ദൈവത്തിന്റെ ഹിതത്താൽ
സ്വർഗീയ അവകാശികളാണ് നമ്മൾ ഓരോരുത്തരും. ഹല്ലേലൂയ. ഈ സത്യത്തിന്റെ ആത്മാവുള്ളവർക്ക് മാത്രമേ ഈ സത്യത്തിന്റെ ആമേൻ വെളിപ്പാടുകൾ കിട്ടത്തുള്ളൂ. ഈ സത്യത്തിന്റെ ആശയങ്ങൾ മനസ്സിലാവുകയുള്ളൂ. ഇത് ആമേൻ മുൻകൂട്ടി കാണാൻ കഴിയുകയുള്ളൂ. ആമേൻ. അവിടെ വീണ്ടും പ്രത്യേകിച്ച് പറയുന്നുണ്ട്, നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം ആമേൻ 1 കൊരിന്ത്യർ 2:9-10 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. നമ്മളെപ്പോഴും നമ്മുടെ വിശ്വാസത്തെ പ്രഖ്യാപിക്കുന്ന പല കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ ദൈവദൂതുകൾ പറയുമ്പോൾ നമ്മൾ പ്രയോഗിക്കുന്ന ഒരു വാക്യമാണ്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി ഒരുക്കിയിട്ടുള്ളത് എന്താണ്? കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ നന്മകൾ വരുമെന്ന് മാത്രമേ പറയാറുള്ളൂ. അതിന്റെ താഴത്തെ വാക്യം ആരും വായിക്കാറില്ല. ഇത് ആത്മാവില്ലാത്തവന്റെ അനുഭവത്തെ അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താ? ഇത് ആത്മാവില്ലാത്തവന് ദൈവം നൽകുന്ന അവൻ നന്മയെ കുറിച്ചോ അനുഗ്രഹത്തെ കുറിച്ചോ വെളിപ്പാട് കിട്ടത്തില്ല. അതിന്റെ 10-ാമത്തെ വാക്യം 9-ാമത്തെ വാക്യമാണ് ഞാൻ വായിച്ചത് ആദ്യം. എന്താ? തന്നെ സ്നേഹിക്കുന്നവർക്കായി ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്നിരിക്കുന്നത് പോലെ തന്നെ. അത് നന്മകൾ അങ്ങനെയാണ്. പക്ഷേ ഈ ആത്മാവുള്ളവൻ ഇതെല്ലാം വെളിപ്പെടും. താഴത്തെ വാക്യമാണ് പറയുന്നത്, ഞാനല്ല പറയുന്നത്. എന്നാൽ നമുക്കോ ഈ സത്യത്തിന്റെ ആത്മാവ്, എനിക്കും നിങ്ങൾക്കും ദൈവം തന്റെ ആത്മാവിനാൽ അത് വെളിപ്പെടുത്തി തരുന്നു. അതാണ് വസി, അതാണ് പ്രവചനം, ദൈവ ശബ്ദം അതാണ്. എന്നെ കാണുമ്പോൾ, നിങ്ങളെ കാണുമ്പോൾ ഒരു ദൈവദാസൻ അത് വെളിപ്പെടുത്തി കൊടുക്കുന്നത് ഏതിൽ കൂടിയാണ്? ഈ സത്യത്തിന്റെ ആത്മാവ് അവനിൽ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് വരാൻ പോകുന്ന നന്മകൾ, എനിക്ക് വരാൻ പോകുന്ന നന്മകൾ, അവൻ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന വിടുതലുകൾ ഇത് വെളിപ്പെടുത്തി കൊടുക്കുന്നു. ഇത് ആർക്കും, സത്യത്തിന്റെ ഈ ആത്മാവുള്ള ആർക്കും ഇത് മറവായിരിക്കുന്നില്ല. ഈ ആത്മാവുള്ളവൻ ഇതെല്ലാം വെളിപ്പെടുത്തി കൊടുക്കും. ഹല്ലേലൂയ. ഞങ്ങൾക്ക് മുൻപേ ആമേൻ പല ദർശനങ്ങൾ ദൈവം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. വരാൻ പോകുന്ന ആപത്തുകൾ, വരാൻ പോകുന്ന അപകടങ്ങൾ. നമ്മൾ പറയാനുള്ളത് കൃഷ്ണമണിയിലെ അങ്ങനെ ഡയലോഗ് തൊട്ട് അങ്ങനെ പോകുന്നു എന്ന് പറഞ്ഞതുപോലെ പല അത്ഭുതങ്ങൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഈ ലോകത്തിൽ വരാമാകുന്ന അനർത്ഥങ്ങൾ, അപകടങ്ങൾ കാണിച്ചു. ഞങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ചു. ഫ്ലൈറ്റ് ആക്സിഡന്റുകൾ കാണിച്ചു. എന്നാൽ പ്രാർത്ഥനയുടെ ഫലം നമ്മുടെ കേരളത്തിൽ, വിശ്വസിക്കുമോ എന്ന് എനിക്കറിയത്തില്ല, കേരളത്തിൽ നടന്ന ഒരു പ്ലെയിൻ ക്രാഷ് പോലും നിങ്ങൾക്കറിയാമോ? ആ കാണിച്ച അതേ 2 ഫ്ലൈറ്റുകൾ തമ്മിൽ ചില നിമിഷങ്ങൾക്ക് മുൻപേ അപകടം ഒഴിവാകുന്നതിനെ കുറിച്ച് കാണിച്ചിട്ടുണ്ട്. ഞങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അതെല്ലാം അതിശയത്തോടെ, അത്ഭുതത്തോടെ കാണുവാൻ, വിശ്വാസം വർദ്ധിക്കുവാൻ, ആത്മാവിൽ വീണ്ടും വീണ്ടും ചിലത് ചെയ്യുവാൻ, ഇതൊക്കെ ഞങ്ങൾക്ക് ഒത്തിരി ഉത്തേജനങ്ങളായി മാറി. നമുക്കൊന്നും മറവായിരിക്കുന്നില്ല. നമ്മളെന്ന് പറഞ്ഞാൽ ഈ സത്യത്തിന്റെ ആത്മാവ് ആമേൻ നമ്മളിൽ ഉണ്ട് എങ്കിൽ, ഹല്ലേലൂയ, സ്തോത്രം, നമ്മളിൽ വസിക്കുന്നു എന്നുണ്ടെങ്കിൽ നമ്മുടെ നന്മകളും നമുക്ക് വരാൻ പോകുന്ന ഉയർച്ചകളും നമുക്ക് വരാൻ പോകുന്ന അനർത്ഥങ്ങളും അപകടങ്ങളും ഒക്കെ മുൻകൂട്ടി ദൈവം കാണിച്ചു തരും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. എന്റെ ദൈവം ആർക്കും കടക്കാരനല്ല. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് എന്റെയും നിങ്ങളുടെയും അവകാശമാണ്. അത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന, പുത്രനിൽ കൂടി തന്നിരിക്കുന്ന ഒരു ഫേവറാണ്, ഔദാര്യമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കട്ടെ. ഈ ഔദാര്യത്തെ നിങ്ങൾ കാണാതെ പോകരുത്. ഇത് ഔദാര്യം ആയതുകൊണ്ട് നിങ്ങൾ മിസ്യൂസ് ചെയ്യരുത്. ഒരു ഉദാഹരണം കൂടി പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഞാൻ ഒരു 10 ലക്ഷം രൂപ കൊടുത്തൊരു വാഹനം മേടിച്ചാൽ ആ വാഹനത്തെ എത്രത്തോളം, ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്, എത്രത്തോളം സൂക്ഷ്മതയോടുകൂടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഞാനത് കേരളത്തോട് ഉപയോഗിക്കുന്നു. നിങ്ങളിൽ ആരെങ്കിലും അങ്ങനെ ഒരു വാഹനം മേടിച്ചാൽ, എന്തെങ്കിലും തിങ്സ് ആയിക്കോട്ടെ, നിങ്ങൾ വില കൊടുത്ത് മേടിച്ച ഒരു സാധനം നിങ്ങൾ എപ്പോഴെങ്കിലും അത് മിസ്യൂസ് ചെയ്യാൻ അനുവദിക്കുമോ? മക്കൾ വന്ന് എടുത്താൽ പറയും അവിടെ വെക്കണമെന്ന് പറയത്തില്ലേ? നശിപ്പിക്കാനുള്ളതല്ല, അത് ഇത്തിരി വില കൊടുത്ത് മേടിച്ചതാണ്, അതിന്റെ എണ്ണ എനിക്കേ അറിയത്തുള്ളൂ പറഞ്ഞിട്ടില്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ മക്കളോട്, എടാ നിനക്ക് അറിയത്തില്ല അതിന്റെ വില എത്രയാണ്, നിനക്ക് അതിനകത്ത് പന്ത് കളിക്കാനുള്ളതല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ? ഞാൻ വില കൊടുത്തതാ. വില കൊടുത്തവൻ അറിയാം അതിന്റെ വാല്യൂ എന്താണ്. നമുക്കിതൊക്കെ വില മതിക്കാൻ കഴിയാത്ത പലതും ദാനമായി ലഭിച്ചത് കൊണ്ടാണ്.
കാരണം വില കൊടുത്ത എനിക്കറിയാം അതിന്റെ വില എന്താണെന്ന്, പക്ഷെ മകൻ അറിയത്തില്ല. കാരണം മകൻ അതിന്റെ ഗ്രാഹ്യമില്ല. അവൻ അതുകൊണ്ട് അത് കളിക്കാൻ എടുക്കുന്നേ. ഈ പറഞ്ഞ രണ്ട് വേഷനെ നിങ്ങൾ നോക്കി. വില കൊടുത്ത പിതാവ് പറയുകയാണ്, നിങ്ങൾ ഇതിനെ മിസ്യൂസ് ചെയ്യരുത്, ഇതിനെ യൂസ് ചെയ്യണം. പക്ഷെ വില കൊടുക്കാത്ത പുത്രൻ പറയുക, എനിക്കിത് പന്ത് കളിക്കാൻ വേണം എന്ന് പറഞ്ഞാൽ പിതാവിനുണ്ടാകുന്ന വേദന എത്ര പേരായിരിക്കും. ായി നമ്മളിൽ പകർന്നിരിക്കുന്ന ഈ കൃപയുടെ വരത്തെ നമ്മൾ മിസ്യൂസ് ചെയ്താൽ, അല്ലെങ്കിൽ ഒരാൾക്ക് മിസ്യൂസ് ചെയ്യാൻ കൊടുത്താൽ, നമുക്ക് തന്ന നമ്മുടെ ദൈവത്തിന്റെ വേദന എത്ര വലുതായിരിക്കും എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ? നമുക്ക് ദാനമായി തന്നിരിക്കുന്ന ഈ ആത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ രാത്രി. എന്നെ കേൾക്കുന്ന ദൈവജനെ, നിങ്ങളുടെ ആത്മാവ് നിങ്ങൾക്ക് മാത്രമല്ല മനേജ് കൊടുക്കുവാണ് നിങ്ങൾ ഇതിനെ പരിവർത്തിപ്പിക്കണം. ഇതിനെ ശുദ്ധീകരിച്ചുകൊണ്ടേയിരിക്കണം. ഇതിനെ നിങ്ങളുടെ വിലപിടിപ്പുള്ള സാധനങ്ങളെ എങ്ങനെ ക്ലീൻ ആക്കി വെക്കുന്നു അതുപോലെ ക്ലീൻ ആക്കി വെക്കണം. ഇതിനെ വെക്കേണ്ടുന്ന പ്രോപ്പർ പ്ലേസിൽ തന്നെ വെക്കണം. അവിടെ ഇവിടെ അലങ്കോലമായിട്ട് ഇടാനുള്ളതല്ല ഈ സത്യത്തിന്റെ ആത്മാവ്. ഇത് എന്നോട് ദൈവം സംസാരിക്കുന്ന രാത്രിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. അലങ്കോലമാക്കി കളയാനുള്ളതല്ല, കച്ചടയെ കൊണ്ട് ഇടാനുള്ള തിങ്സുകൾ അല്ല ഇത്. കാരണം വില കൊടുത്തവൻ അറിയാം അതിന്റെ വില എത്ര വലുതാണെന്നുള്ളത്. സ്വന്തം പുത്രനെ മറുവിലയായി, നമ്മുടെ മറുവിലയായി തന്ന ദൈവത്തിന്റെ വേദന എത്ര വലുതായിരിക്കുമെന്ന് ഒരു പിതാവ് എന്നുള്ള നിലയിൽ, ഒരു ലോകത്തിന്റെ മാതാവ് എന്നുള്ള നിലയിൽ എന്നെ കേൾക്കുന്ന ദൈവജനം ഒന്ന് ചിന്തിച്ചു നോക്കണം. ഈ സത്യ സുവിശേഷം സ്പ്രെഡ് ചെയ്യാനുള്ളതാ, അത് വാസനയുള്ളതാക്കി മാറ്റാനുള്ളതാ, അതിനകത്തു നിന്ന് നമുക്ക് പ്രസാദ വർഷങ്ങൾ ചൊരിയപ്പെടാനുള്ളതാ. നമ്മളുടെ ജീവിതത്തെ, ആത്മീയ ജീവിതത്തെ അലങ്കോലപ്പെടുത്താൻ ഇനി ആരും തുനിയരുത്. ഈ സത്യത്തിന്റെ ആത്മാവ് നമ്മുടെ മേൽ പരിവർത്തിക്കുവാൻ തക്കവണ്ണം ഈ ഹോൾ ബോഡിയെ, നമ്മളിലുള്ള ഉറങ്ങിക്കിടക്കുന്ന അല്ലെങ്കിൽ മയങ്ങിക്കിടക്കുന്ന ജീവച്ഛവമായി കിടക്കുന്ന ആത്മാവിനെ ഇന്ന് രാത്രിയിൽ ഉണർത്തണം. ഹല്ലേലൂയ. അതിന് ദൈവം ഈ വചനത്താൽ നിങ്ങളെ സഹായിക്കട്ടെ. എന്നെ വിടുവിച്ച ദൈവം, എനിക്ക് നല്ല ദാനങ്ങളെ തന്ന ദൈവം, എനിക്ക് നല്ല സൗകര്യങ്ങളെ തന്ന ദൈവം എന്നോട് പറയുന്നു, ഈ കൂട്ടായ്മയിൽ എന്നെ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ദൈവജനത്തെ മാനിക്കുമെന്ന് പരിശുദ്ധാത്മാവ് അത് പറയാൻ പറയുന്നു. ഈ രാത്രിയിൽ വലിയ വിടുതലുകൾ ഈ രാത്രിയിൽ ഈ കൂട്ടായ്മയ്ക്കകത്ത് നടന്നിട്ടുണ്ട്. ത്രോട്ട് സംബന്ധിച്ച്